കഥ തുടരുന്നു. തലസ്ഥാനത്തെ പ്രമുഖനായ ഒരു വ്യാപാരിക്ക് വേണ്ടിയായിരുന്നു അഞ്ജനയെ അന്ന് ആ ഹോട്ടലിൽ എത്തിച്ചത്. തടിച്ചുകുള്ളനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. വലിയ കുടവയറും കഴുത്തിലും കയ്യിലും കട്ടിയുള്ള ചെയിനും ഒക്കെയായി ഒരു അഴകിയ രാവണൻ. താൻ പ്രതീക്ഷിച്ചിരുന്ന സമയം ആഗതമായിരിക്കുന്നുവെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി. ഇതുവരെ താൻ എത്തപ്പെട്ടിരുന്നത് ശക്തരായ പുരുഷന്മാരുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇവിടെ സംഗതി അതല്ല. രക്ഷപ്പെടുവാൻ ഈ മനുഷ്യൻ്റെ അരികിൽ നിന്ന് കിട്ടുന്നത് പോലെ ഇനിയൊരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അത്ര വേഗമൊന്നും തന്നെ പിന്തുടർന്നെത്തുവാൻ ഇയാൾക്കാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു. താൻ ചെയ്യേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും മറ്റും അവൾ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മദ്യം നുണഞ്ഞിറക്കുകയാണ് വ്യാപാരി. അയാൾ നന്നായി കഴിക്കുന്നതുവരെ അവൾ കാത്തിരുന്നു. വീണ്ടും വീണ്ടും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. അയാളുടെ കൈ അവളുടെ ശരീരത്തിലാണ്. പല്ല് കടിച്ചുകൊണ്ട് ഒക്കെ സഹിക്കുകയായിരുന്നു അഞ്ജന. അവസാനം ആ നിമിഷമാണ് മുന്നിലെന്ന് അഞ്ജനയ്ക്ക് ഉറപ്പായി. ആവേശത്തോടെ അവളെ കിടക്കയിലേക്ക് അമർത്തുവാൻ ഭാവിക്കുകയായിരുന്നു അയാൾ. പക്ഷേ ഒരു സെക്കൻഡിൻ്റെ 10-1 സമയം കൊണ്ട് ഒരു പരൽമീൻ കണക്കെ അഞ്ജന തെന്നിമാറി. ഒപ്പം വ്യാപാരിയെ കട്ടിലേക്ക് തള്ളി. അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചപ്പോഴേക്കും പകുതിയിൽ കൂടുതൽ തീർന്നു കഴിഞ്ഞിരുന്ന മദ്യക്കുപ്പി അവൾ എടുത്തു കഴിഞ്ഞിരുന്നു. അയാൾക്ക് തടയാൻ കഴിഞ്ഞില്ല. കുപ്പി അയാളുടെ ശിരസിൽ ആഞ്ഞു പതിച്ചു. ചില്ലുകൾ ചിതറി. വ്യാപാരിയുടെ കിടിലം കൊള്ളിക്കുന്ന അലർച്ച ആ ഹോട്ടൽ ഭിത്തികളെ വിറകൊള്ളിച്ചു. അഞ്ജന ഒന്ന് നടുങ്ങി. അയാളുടെ നെറ്റിയിലൂടെ ചോരയും മദ്യവും ഒന്ന് ചേർന്നൊഴുകി. കഴുത്തറുത്ത കോഴിയെപ്പോലെ പിടയുകയാണ് വ്യാപാരി. വല്ലാത്തൊരു ഭീതി അവളുടെ നട്ടിലിലൂടെ മുകളിലേക്ക് അരിച്ചു കയറുവാൻ തുടങ്ങി. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടകരമാണെന്ന് അറിയാം. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു. അലർച്ച കേട്ട് ഇടനാഴിയിലൂടെ ആരൊക്കെയോ ഓടി വരുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടായത്? ആരോ ചോദിച്ചു. അവൾ അതിനുത്തരം നൽകാതെ കോണിപ്പടി വഴി താഴേക്ക് കുതിച്ചു. മുറിയിലെത്തിയവർ ആ കാഴ്ച കണ്ട് ഭയന്നു പോയി. വിടരുതവളെ, വ്യാപാരി വിളിച്ചു പറഞ്ഞു. ഓടിയെത്തിയവരിൽ ചിലർ പിന്തുടർന്നു. അവർ അഞ്ജനയുടെ പിന്നാലെ പാഞ്ഞുപോയി. ഈ നേരത്ത് അവൾ ഹോട്ടലിൻ്റെ റിസപ്ഷൻ കൗണ്ടറിന് മുന്നിൽ എത്തിയിരുന്നു. റിസപ്ഷനിസ്റ്റ് തല ഉയർത്തി. അവൾ വാതിൽ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ മുഖമടച്ച് കനത്ത ഒരടിയേറ്റ് പിന്നോട്ട് വേച്ചു വീണു. അവിടെ കിടന്നുകൊണ്ട് തന്നെ അവൾ തന്നെ ആക്രമിച്ച ആളിനെ കണ്ടു. വാച്ചർ. എന്തു കാണിച്ചിട്ടാടി നീ ഓടി വരുന്നത്? അപ്പോഴേക്കും പിന്നാലെ വന്നവരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. വാച്ചർ അഞ്ജനയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. ചോരയിൽ കുളിച്ച വ്യാപാരിയെയും താങ്ങിക്കൊണ്ട് ബാക്കിയുള്ളവരെത്തി. അയാളുടെ സീലോ കാറിനുള്ളിലേക്ക് മറ്റുള്ളവരും കയറി. കാർ റോഡിലേക്ക് ഒഴുകിയിറങ്ങി. മാനേജർ ഓടി വന്നു. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒക്കെ കുഴപ്പമാകും. ഇവളെ എന്ത് വേണം സാർ? വാച്ചർ തിരക്കി. ഇവിടെ നിർത്തുന്നത് ആപത്താണ്. പ്രഭാകരനെ വിളിക്കാം. എന്ത് വേണമെന്ന് അയാൾ തീരുമാനിക്കട്ടെ. ഇത്തരം സാധനങ്ങളെ വിട്ടുതരുന്നതിന് അയാൾ മറുപടി പറഞ്ഞേ പറ്റൂ. മാനേജർ ഫോണിനടുത്തേക്ക് നീങ്ങി. സാർ, ദയവ് ചെയ്ത് എന്നെ ഇനി അവരുടെ അടുത്തേക്ക് വിടരുത്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. മാനേജർ പുച്ഛഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. പിന്നെ റിസീവർ എടുത്ത് പ്രഭാകരന് ഫോൺ ചെയ്തു. ഏതാനും മിനിറ്റുകൾ സംസാരിച്ചിട്ട് റിസീവർ വെച്ചു. സാർ, എന്നെ രക്ഷിക്കണം സാർ. അതേടി, നിന്നെ രക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സാർ, ഒരു ചതിവിൽപ്പെട്ട് ഞാൻ ഇവരുടെ ഒപ്പം ആയിപ്പോയതാണ് സാർ. എന്നെ പോകാൻ അനുവദിക്കൂ. അതൊന്നും ശ്രദ്ധിക്കാതെ മാനേജർ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അവൾ പിന്നെയും അപേക്ഷിച്ചുവെങ്കിലും അതൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല. 10 മിനിറ്റുകൾ കഴിയും മുൻപ് തന്നെ പാഞ്ഞു വന്ന ഒരു ടെമ്പോ വാൻ ഹോട്ടൽ മുറ്റത്ത് ബ്രേക്ക് ഇട്ട് നിന്നു. അതിൽ നിന്നിറങ്ങിയ 2 പേർ അവളുടെ അടുത്തെത്തി. പ്രഭാകരൻ്റെ ഗുണ്ടകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇവളെ കൊണ്ടുപോകുവാൻ വന്നതാണ്, അവർ മാനേജറോട് പറഞ്ഞു. ഓക്കെ. അഞ്ജനയെ അവർ വാനിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പറയാം. കൂടെ അവരും കുതിച്ചു കയറി. വാൻ വെട്ടിത്തിരിഞ്ഞ് റോഡിലേക്ക് മ്യൂസിയത്തിന് മുന്നിലൂടെ നേരെ പോയ വാൻ വലത്തോട്ട് തിരിഞ്ഞ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ അലറിപ്പായുകയായിരുന്നു. അഞ്ജനയുടെ കവിളുകളിൽ തുടരെ അടി വീണു. വിജയമ്മ പക പോക്കുകയായിരുന്നു. ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് നിനക്കറിയാമോ? കൊന്നു കളയും ഞാൻ. അതാ നല്ലത്. അഞ്ജനയ്ക്ക് അത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലുമടി, കൊല്ലും നിന്നെ. കൊന്നാലും ഒരു പട്ടിയും എന്നോട് ചോദിക്കാൻ വരില്ല. നിനക്കറിയാമോ? അഞ്ജനയുടെ തലമുടിയിൽ പിടിച്ച് അവൾ വട്ടം കറക്കി. വേദനയോട് അവൾ നിലവിളിച്ചിട്ടും വിജയമ്മ പിടിവിട്ടില്ല. നിന്നെക്കാളൊക്കെ കാഞ്ഞ പുള്ളികളെ കണ്ടിട്ടും കൈകാര്യം ചെയ്തിട്ടും ഉള്ളവളാടി ഈ വിജയമ്മ. നിനക്കറിയാമോ? മെസ്സിലെ ഒരു ജോലിക്കാരി അങ്ങോട്ട് വന്നു. ശരിയായോ? വിജയമ്മ തിരക്കി. ഉവ്. വിജയമ്മ അഞ്ജനയെ മെസ്സിലേക്ക് കൊണ്ടുപോയി. വാച്ചറെ വിളിച്ചു. അയാൾ അവളുടെ കൈകൾ പിന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തിനുള്ള പുറപ്പാടാണെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. വിജയമ്മ അപ്പുറത്തെവിടേക്കോ പോയി കഴിഞ്ഞിരുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവർ മടങ്ങിയെത്തി. അപ്പോൾ ആ കയ്യിൽ ചുട്ടുപഴുത്ത് തിളങ്ങുന്ന ഒരു കമ്പി ഇരിക്കുന്നത് കണ്ട് അഞ്ജന ഭയന്ന് വിറച്ചുപോയി. ഇവർ എന്തിനുള്ള പുറപ്പാടാണ്? വിജയമ്മ ചിരിച്ചു. ഇവിടെ തെറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. മറ്റുള്ളവർക്കും ഇതൊരു പാഠമാകണം. ആ ലേഡീസ് ഹോസ്റ്റലിൽ പലരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആരും അനങ്ങിയില്ല. ചുട്ടുപഴുത്ത കമ്പിയുടെ തിളക്കം വിജയമ്മയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് അഞ്ജന കണ്ടു. വാച്ചറുടെ പിടി ഒന്നുകൂടി മുറുകി. മെസ്സിലെ ജോലിക്കാരി വിജയമ്മയുടെ ആജ്ഞ കിട്ടിയ ഉടനെ മുന്നോട്ടാഞ്ഞു. അഞ്ജന കുതിരാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ജോലിക്കാരി അഞ്ജനയുടെ സാരി നെഞ്ചിൽ നിന്നും വലിച്ചു മാറ്റി. പിന്നെ ഒറ്റപ്പിടിക്ക്
ബ്ലൗസും ബ്രായും വലിച്ചു കീറിയെറിഞ്ഞു. നഗ്നമായ അവളുടെ മുഴുത്ത മാറിടങ്ങൾക്കിടയിലേക്ക് വിജയമ്മയുടെ കണ്ണുകൾ നീണ്ടു ചെന്നു. അവർ മുന്നോട്ട് വന്നു. ഒരിക്കലും ഇനി നീ എൻ്റെ ആജ്ഞയെ ധിക്കരിക്കരുത്. അഞ്ജനയ്ക്ക് നാവനക്കാൻ കഴിഞ്ഞില്ല. കമ്പി നീണ്ടു. അത് അഞ്ജനയുടെ മാറിടങ്ങൾക്കിടയിലേക്ക് പുളഞ്ഞു കയറി. ആ അമ്മേ! അഞ്ജന നിലവിളിച്ചു പോയി. കണ്ടുനിന്നവർ പോലും കണ്ണടച്ചു കളഞ്ഞു. എന്നിട്ടും വാച്ചർ പിടിവിട്ടില്ല. അയാളുടെ കൈകളിൽ കിടന്ന് ശൂലത്തിൽ കോർത്ത സർപ്പത്തെ പോലെ പുളയുകയായിരുന്നു അവൾ. വിജയമ്മ ചിരിച്ചു. അവർ ആ കമ്പി പിൻവലിച്ചില്ല. അഞ്ജനയുടെ നെഞ്ചിലെ മാംസം കരിച്ചുകൊണ്ട് ആ കമ്പിയുടെ അഗ്രം താഴേക്ക് അമർന്നുകൊണ്ടിരുന്നു. കത്തിക്കരയുന്ന മാംസത്തിൻ്റെ അസഹ്യമായ ഗന്ധം അവിടെ പരന്നു. അഞ്ജനയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവയിൽ ഇപ്പോൾ പൊട്ടിപ്പുളരും എന്ന് തോന്നി. കണ്ണുകൾ തുറച്ചു വന്നു. മുഖത്തുകൂടി വിയർപ്പുചാലുകളുണ്ടായി. ക്രമേണ അവളുടെ സ്വബോധം നശിക്കുകയായിരുന്നു. വിജയമ്മ കമ്പി പിൻവലിച്ചു. അഞ്ജനയുടെ മാറിടങ്ങൾക്കിടയിൽ മാംസം പൊള്ളിയടർന്ന പാട് ദൃശ്യമായി. വാച്ചർ അവളെ കൈകളിൽ കോരിയെടുത്ത് അവളുടെ മുറിയിൽ കൊണ്ടുവന്നിട്ടു. മറ്റുള്ള നേഴ്സുമാർ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. വിജയമ്മ എല്ലാവരെയും ഒന്ന് നോക്കി. കണ്ടല്ലോ, കൺകുളിർക്കെ കണ്ടല്ലോ. ആരെങ്കിലും ഇവളെപ്പോലെ തെമ്മാടിത്തരം കാണിക്കാൻ ശ്രമിച്ചാൽ ശിക്ഷ എന്താണെന്ന് ശരിക്ക് കണ്ടോളൂ. ഇത് ചെറിയ ശിക്ഷയേ ആയിട്ടുള്ളൂ. ഇനി വരുന്നത് കനത്ത ശിക്ഷകൾ. എല്ലാവരും തല കുനിച്ചു നിൽക്കവേ വിജയമ്മ തറ ചവിട്ടിക്കുലുക്കി തൻ്റെ മുറിയിലേക്ക് നടന്നു. അഞ്ജനയുടെ ഭാഗ്യം കൊണ്ടായിരിക്കണം വ്യാപാരി മരിച്ചില്ല. 24 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അയാൾ അപകടസ്ഥിതി തരണം ചെയ്തു. മറ്റു നേഴ്സുമാർ അഞ്ജനയുടെ മുറിപ്പാടിൽ മരുന്ന് പുരട്ടി. പക്ഷേ അവൾ എതിർത്തു. വേണ്ട, ഒരു മരുന്ന് പുരട്ടേണ്ട. ഈ മുറിവ് പൊട്ടിയളിഞ്ഞ് വ്രണമാകട്ടെ. അങ്ങനെയെങ്കിലും എനിക്ക് മരിക്കാമല്ലോ. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നും ചാടി ഞാൻ എന്നേ മരിച്ചേനെ. അഞ്ജനെ! താക്കീത് സ്വരത്തിൽ മേരിക്കുട്ടി വിളിച്ചു. എന്തൊക്കെ ഭ്രാന്താണ് നീ പറയുന്നത്? പിന്നല്ലാതെ എന്ത് പറയണവടി? ഇങ്ങനെ ശരീരം നശിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മരണം തന്നെയാണ് വലുത്. പക്ഷേ നമ്മൾ മരിച്ചതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ അഴിമതികൾ അവസാനിക്കുമോ? നമുക്ക് പകരം വേറെ ആൾക്കാർ വരും. അവരും ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകും. എൻ്റെ മനസ്സ് പറയുന്നു അഞ്ജനെ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. അഞ്ജന വിളറിയ ഭാവത്തിൽ ഒന്ന് ചിരിച്ചു. ആത്മനിന്ദയോ പരിഹാസമോ ഒക്കെ അടങ്ങിയ ഒരു ചിരി. അവർ അഞ്ജനയുടെ നെഞ്ചിൽ മരുന്ന് പുരട്ടി. മുറിവ് കാരണം 3-4 ദിവസങ്ങളിലേക്ക് അവൾക്ക് തൻ്റെ ശരീരം ആർക്കും കാഴ്ചവെക്കേണ്ടി വന്നില്ല. എന്നിട്ടും കൃത്യമായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. നെഞ്ചു പിളരുന്ന വേദനയും നീറ്റലും ഒക്കെ അവൾ പല്ലു കടിച്ച് സഹിച്ചു. ആ ദിവസങ്ങളിലാണ് അവൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത്. പേര് വിനുലാൽ. തൻ്റെ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതാണവൻ. ഹൃദയസംബന്ധമായ പ്രശ്നം ആയിരുന്നു അമ്മയ്ക്ക്. അഞ്ജനയുടെ അസാധാരണ സൗന്ദര്യം വിനുലാലിനെ അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അവളുടെ ഹൃദ്യമായ പെരുമാറ്റം അവനെ വല്ലാതെ ആകർഷിച്ചു. വിനുലാൽ തന്നോട് സംസാരിക്കുവാൻ കാണിച്ച പ്രത്യേക താല്പര്യം മനസ്സിലായെങ്കിലും അഞ്ജന ഒന്നും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുകയായിരുന്നു. കാരണം തനിക്കൊരു പുരുഷനെ സ്നേഹിക്കുവാൻ അവകാശമില്ല. പുരുഷന് നൽകുവാൻ വിലപ്പെട്ടതൊന്നും തൻ്റെ കയ്യിലില്ല. മാത്രമല്ല ഇവിടെ നിന്നും തനിക്കൊരു മോചനവുമില്ല. പക്ഷേ വിനുലാൽ അത്ര വേഗമൊന്നും വിടാൻ ഭാവമില്ലായിരുന്നു. ഒരു രാത്രി അന്ന് എങ്ങനെയോ മേരിക്കുട്ടിയും ശാരദയും അഞ്ജനയും ആ വാർഡിൽ ഒന്നുപോലെ ഡ്യൂട്ടിക്കെത്തി. രാത്രി 1 മണിയാകാറായി കാണും. നേഴ്സസ് ഡ്യൂട്ടി റൂമിൽ വെച്ച് അഞ്ജന വിനുലാലിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. ചോരത്തിളപ്പുള്ള ആൺപിള്ളേർക്ക് കാണാൻ കൊള്ളാവുന്ന നേഴ്സുമാരെ കാണുമ്പോൾ ഇത്തരം രോഗം ഉണ്ടാകാറുണ്ട്. കേട്ടതും മേരിക്കുട്ടി പറഞ്ഞു. പക്ഷേ ശാരദയുടെ അഭിപ്രായം നേരെ മറിച്ചായിരുന്നു. കേട്ടിടത്തോളം ആ ചെക്കനും അവൻ്റെ അമ്മയും ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവരിലൂടെ നിനക്കൊരു മോചനം കിട്ടില്ലെന്ന് ആരറിഞ്ഞു? രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടടി, നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. വിനുലാൽ. മേരിക്കുട്ടിയും ശാരദയും അഞ്ജനയും നോക്കി. വിനു ചിരിച്ചു. പക്ഷേ അവൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. എന്താ വിനു, രാത്രിയിൽ ഉറക്കവുമില്ലേ? മേരിക്കുട്ടി ചിരിച്ചുകൊണ്ട് തിരക്കി. എങ്ങനെ ഉറക്കം വരും സിസ്റ്റർ? ഇവിടെ ചിലരൊക്കെ ഉറങ്ങാതിരിക്കുകയല്ലേ? അവൻ ഇടം കണ്ണിട്ടുകൊണ്ട് അഞ്ജനയെ നോക്കി. അവൾ മറ്റെവിടേക്കോ നോട്ടം മാറ്റിക്കളഞ്ഞു. എന്താ വിനുവിൻ്റെ ഉദ്ദേശം? ശാരദ ഗൗരവത്തിൽ തിരക്കി. അതിനിയും ഞാൻ പറയണോ? പറയണം, അല്ലാതെ ഞങ്ങൾ എങ്ങനെ അറിയും? ഒരു നിമിഷം കഴിഞ്ഞാണ് വിനുലാൽ ഉത്തരം പറഞ്ഞത്. അതും പതിഞ്ഞ ശബ്ദത്തിൽ. ഹൃദയത്തിലെ ഭാവം മുഴുവൻ ആ ശബ്ദത്തിലുണ്ടെന്ന് അഞ്ജനയ്ക്ക് തോന്നി. എനിക്ക് അഞ്ജനയെ ഇഷ്ടമാണ്. ഇതാണോ കാര്യം? മേരിക്കുട്ടി പരിഹസിച്ചു. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ ഏത് പുരുഷനും ഇഷ്ടമാകും. അതിൽ അത്ര പ്രത്യേകത എന്തിരിക്കുന്നു? വിനുലാലിൻ്റെ മുഖം ചുവന്നു. അവൻ മേരിക്കുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സിസ്റ്റർ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അത് ശുദ്ധ അസംബന്ധം. ഒരുപക്ഷെ എല്ലാവരിൽ നിന്നും സിസ്റ്ററിന് കിട്ടിയിട്ടുള്ള അനുഭവമായിരിക്കും ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ചത്. ബട്ട് വിനുലാലിനെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ. സാധാരണ ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന വികാരം മാത്രമല്ല എനിക്ക് അഞ്ജനയോടുള്ളത്. കാര്യം കാണുവാൻ ഒരു പെണ്ണ് എന്ന ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിൽ ഉള്ളായിരുന്നെങ്കിൽ അതിന് അഞ്ജന എന്നൊരു പെണ്ണ് മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. അവൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം മൂവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാ അർത്ഥത്തിലും അഞ്ജനയെ ഇഷ്ടമാണ്. എൻ്റെ ജീവിത സഖിയായി ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത് മറ്റാരെയുമല്ല താനും. അഞ്ജനയ്ക്ക് നെഞ്ചിൽ ഭാരം അനുഭവപ്പെട്ടു. ഈശ്വര, ഇതെന്ത് പരീക്ഷണം! അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു മറുപടി പറയണേ എന്ന് ഞാൻ പറയില്ല. നാളെ ഈ സമയത്ത് ഞാനിവിടെ വരും. അഞ്ജനയ്ക്ക് എന്തായാലും തുറന്നു പറയാം.
അവൻ തിരിഞ്ഞു നടന്നു. അഞ്ജന തിരിഞ്ഞു കൂട്ടുകാരികളെ നോക്കി. ശാരദയാണ് ആദ്യം സംസാരിച്ചത്. ഈ പയ്യൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇവൻ കാര്യമായിട്ട് തന്നെയാ. അഞ്ജന മിണ്ടിയില്ല. മേരിക്കുട്ടിയും പറഞ്ഞു, അഞ്ജനെ, കഴിഞ്ഞ കാര്യമൊന്നും ഓർത്ത് മനസ്സ് പുണ്ണാക്കരുതെന്നാ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും വിൻലാലിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചേനെ. രക്ഷപ്പെടാൻ കർത്താവ് ഒരു വഴി കാട്ടി തന്നാണെന്ന് കരുതിയാൽ മതി. അപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ അഞ്ജനയ്ക്കായില്ല. തൻ്റെ ഈ പങ്കിലമായ ശരീരം ഒരു നല്ല മനുഷ്യനെ ഇനി സമർപ്പിക്കുന്നതിനോട് അവൾക്ക് അല്പം പോലും താല്പര്യമില്ലായിരുന്നു എന്നത് തന്നെ കാരണം. ആ രാത്രി അവസാനിച്ചു. ഹോസ്റ്റലിൽ തിരികെ എത്തിയ അവൾ എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതി. ചേട്ടന് ഒരു കത്ത് എഴുതി. തീരുമാനങ്ങളൊന്നും ആകാതെയാണ് അന്നും നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയത്. പറഞ്ഞിരുന്നതുപോലെ വിൻലാൽ വന്നു. മേരിക്കുട്ടിയുടെയും ശാരദയുടെയും സാന്നിധ്യത്തിൽ അഞ്ജന സംസാരിച്ചു. എന്നെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് വിനു സംസാരിക്കുന്നത്. ഒരു പക്ഷേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ തനിക്ക് പ്രയാസം തോന്നിയേക്കാം. അഞ്ജനയുടെ വാക്കുകൾ പതറി. വിൻലാൽ വല്ലാതെയായി. എങ്കിലും പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഞ്ജനയുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിയുണ്ടായി. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വിനുവിനോട് പറയാം. അതവന് തൃപ്തിയായിരുന്നു. മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങിയ വിനുലാലിനെ അവൾ വീണ്ടും വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയൂ. അവന് ഉത്സാഹമായി. അഞ്ജന എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ മുന്നിൽ ഒരാളെത്തി. ഡോക്ടർ സക്കറിയാസ്. അയാൾ അവളെയും വിനുലാലിനെയും മാറി മാറി നോക്കി. ഡോക്ടർ സക്കറിയാസിൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഡോക്ടർ സക്കറിയാസ് എന്നെയും വിൻലാലിനെയും ഒരുപാട് ശാസിച്ചു. വിൻലാൽ വിഷമത്തോടെയാണ് മടങ്ങിയത്. ഞാനൊന്നും പറഞ്ഞില്ല. തിരികെ മുറിയിൽ കയറിയിരുന്നു. രാഘവൻ വായിച്ചുകൊണ്ടിരുന്നത് അഞ്ജനയുടെ ഡയറിയിലെ അവസാനത്തെ പേജായിരുന്നു. അത് ഇങ്ങനെ അവസാനിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചു കഴിഞ്ഞു. ഈ രാത്രി അവസാനിക്കും മുമ്പ് ഇത് മറ്റാരും അറിയാതെ ഞാൻ വിൻലാലിനെ ഏൽപ്പിക്കും. അവനിത് ഏട്ടന് അയച്ചു തരും. ഒരുപക്ഷെ ഇത് ഏട്ടൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഇവർ എന്നെ അക്ഷരങ്ങളിൽ കണ്ണീർ വീണ് മഷി പടർന്നുണങ്ങിയതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഡയറി വായിച്ചു കഴിഞ്ഞ് രാഘവൻ ശില പോലെ ഇരുന്നു. തൻ്റെ പൊന്നു പെങ്ങൾ അവൾ കൊല ചെയ്യപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഇപ്പോൾ അയാൾക്ക് തെല്ലും സന്ദേഹം തോന്നിയില്ല. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അതിനു മുൻപ് തീർച്ചയായും അങ്ങനെ ചെയ്തേനെ. പ്രഭു ഒന്നും മിണ്ടാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. രാഘവൻ ഡയറി താളുകൾ മറിക്കുന്നതിനനുസരിച്ച് അവനും അത് വായിക്കുന്നുണ്ടായിരുന്നു. കാണെ രാഘവൻ്റെ ഭാവം മാറി തുടങ്ങി. കണ്ണുകൾ ചുവന്നു, മുഖം കല്ലിച്ചു, പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അതുകണ്ട് പ്രഭു പോലും ഒന്ന് കിടുങ്ങി. രാഘവ, ഭീതിയോടെ അവൻ വിളിച്ചു. അയാൾ പതിയെ തല തിരിച്ചു. കൊല്ലും ഞാൻ ആ നായിൻ്റെ മോന്മാരെ. എൻ്റെ പെങ്ങളുടെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അവളോട് എന്ത് സ്നേഹമാണ് ഉണ്ടായിരുന്നത്. രാഘവ, എന്നാലും വേണ്ട, ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെയും ഉപദേശങ്ങൾ വേണ്ട. അകാലത്തിൽ ജീവൻ ത്യജിക്കേണ്ടിയെന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് അവന്മാരുടെ ചോര കൊണ്ട് തർപ്പണം നടത്തും ഞാൻ. ശത്രുക്കളുടെ വ്യക്തമായൊരു ചിത്രം ഇപ്പോൾ കൺമുന്നിലുണ്ട്. പ്രഭുവിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. രാഘവൻ തുടർന്നു. ഇനി എനിക്കറിയേണ്ടത് ഒരേയൊരു കാര്യം മാത്രം. അവന്മാർ അവളെ ചുട്ടുകരിച്ചത് ഹോസ്റ്റലിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ? ഞങ്ങളെല്ലാവരും ഉണ്ട് രാഘവ നിൻ്റെ കൂടെ. തലസ്ഥാനത്തുള്ള നമ്മുടെ യൂണിയനിൽപ്പെട്ട ഡ്രൈവർമാരെയും സഹായം അഭ്യർത്ഥിക്കാം. കൊലയാളികളെ നമുക്ക് പരസ്യമായി വിചാരണ നടത്താം. നിയമത്തിന് മുന്നിലെത്തിക്കാം. വേണ്ട, നിയമത്തിന് അവരെ ഒന്നും ചെയ്യാനില്ല. നിയമങ്ങളൊക്കെ നമ്മെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ലടാ. അവരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാനാടാ നിയമം. ഞാനാ കോടതി. വിസ്തരിക്കുന്നതും ശിക്ഷിക്കുന്നതും ഞാൻ തന്നെയാ. രാഘവൻ്റെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കമുണ്ടായി. അനുനിമിഷം അത് വർദ്ധിച്ചു വരുന്നതുപോലെ പ്രഭുവിന് തോന്നി. ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് കടന്നുപോയത്. 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുമ്പോൾ രാഘവന് പഴയ ആരോഗ്യം ഏറെക്കുറെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞിരുന്നു. അവൻ വീട്ടിലെത്തി. മനസ്സിൽ തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു. ഇനി യുദ്ധകാന്ഡം. ആശുപത്രിയുടെ മറവിൽ വ്യഭിചാരം നടത്തുന്ന നായിൻ്റെ മോന്മാർക്ക് ചോര കൊണ്ട് തുലാഭാരം. രാഘവൻ ഒരുങ്ങുകയാണ് ഒരു മഹായുദ്ധത്തിന്. പ്രഭാതം. രാഘവൻ കിഴക്കോട്ട് നോക്കി. സൂര്യൻ്റെ തിളക്കം അയാളുടെ കണ്ണുകൾ ഏറ്റുപിടിച്ചു. തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലുള്ള ദർശന ഹോസ്പിറ്റൽ പരിസരം മുഴുവൻ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. രാഘവൻ മുറ്റത്തെത്തി. കുറേ ദിവസത്തെ താടിമീശ വളർന്നു നിൽക്കുന്നതിനാൽ ആരും പെട്ടെന്ന് തന്നെ തിരിച്ചറിയില്ലെന്ന് അയാൾക്ക് തോന്നി. കണ്ണുകൾ തെക്കുഭാഗത്തെ നേഴ്സസ് ക്വാർട്ടേഴ്സിന് നേരെ നീണ്ടു ചെന്നു. മനം ഒന്ന് പിടച്ചു. അവിടെ വെച്ചാണ് തൻ്റെ കുഞ്ഞു പെങ്ങൾ. ക്വാർട്ടേഴ്സിന് മുന്നിൽ തടിയനായ ഒരു വാച്ചർ നിൽക്കുന്നത് കണ്ടു. രാഘവൻ മുന്നോട്ട് നീങ്ങി. രാത്രിയുടെ 2ാം യാമം ആരംഭിച്ചിട്ട് 1 മണിക്കൂറോളമായി. ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്നു വന്ന ഒരു കോണ്ടസ കാർ നേഴ്സസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്നു. തടിയനായ വാച്ചർ കാറിനരികിലേക്ക് നീങ്ങി. കാത്തു നിന്നിരുന്ന പോലെ ഹോസ്റ്റലിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും വിജയമ്മയും മേരിക്കുട്ടിയും പുറത്തു വരികയും ചെയ്തു. ഇത്തവണ വിജയമ്മയും കാറിൻ്റെ അരികിലെത്തിയാണ് മേരിക്കുട്ടിയെ യാത്രയാക്കിയത്. ഈ നേരം കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന കോഴിവാലൻ ചെടികൾക്ക് പിന്നിൽ ഒരു നിഴൽ പിടച്ചു. തിളക്കമുള്ള 2 കണ്ണുകൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാതിൽക്കൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ആ രൂപം
മാർജാര പാദങ്ങളോടെ മുന്നോട്ട് നീങ്ങി. പിന്നെ ഒരു കാട്ടുപന്നിയെപ്പോലെ കുതിച്ചു ചാടി മുറിയിൽ കടന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ്സുകാർ മടങ്ങിപ്പോയി. വിജയമ്മ തിരികെ വന്നു. കെട്ടിടത്തിനുള്ളിൽ കയറി വാതിലടച്ചു. അവർ തൻ്റെ മുറിയിലേക്ക് നടന്നു. അവർ മുറിയിൽ കയറി വാതിൽ അടയ്ക്കാൻ ഭാവിച്ചതും പുറത്തുനിന്നൊരാൾ അകത്തേക്ക് പാഞ്ഞു കയറി. നിലവിളിക്കാനായി വായി തുറന്നതേയുള്ളൂ വിജയമ്മ. പക്ഷേ അപ്പോഴേക്കും തിളക്കമുള്ള ഒരു കത്തിയുടെ വായത്തല മിന്നി. അത് അവരുടെ വായിലേക്ക് പകുതിയോളം കയറി. വിജയമ്മയുടെ ശബ്ദം നിന്നു. കണ്ണുകൾ മിഴിച്ചു. മുന്നിൽ നിന്നിരുന്ന രാഘവൻ അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു, അനങ്ങിപ്പോയാൽ ആദ്യം നിന്റെ നാവറ്റ് വീഴും, പിന്നെ ഓരോരോ അവയവങ്ങൾ. പിന്നോട്ട് നീങ്ങ്. വിജയമ്മ പതറി. അവർക്ക് അനുസരിക്കാതെ തരമില്ലായിരുന്നു. രാഘവൻ വാതിലടച്ച് ബോൾട്ടിട്ടു. കത്തി പിൻവലിക്കാതെ തന്നെ കാൽമുട്ടു മടക്കി വിജയമ്മയുടെ അടിവയറ്റിൽ ഒരു ആഘാതമേൽപ്പിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും അവർക്കായില്ല. അടിവയർ പൊട്ടിപ്പിളർന്ന വേദന. പട്ടിച്ചി, ഇതുപോലെ നീ കുറേ പേരെ വേദനിപ്പിച്ചിട്ടുള്ളതല്ലേ? അയാൾ അവളെ തള്ളി കിടക്കയിലേക്കിട്ടു. കത്തി അപ്പോഴും പിൻവലിച്ചില്ല. അനന്തരം അവളുടെ നെഞ്ചിൽ കയറിയിരുന്നു. ബെഡ്ഷീറ്റിൻ്റെ ഒരു ഭാഗം വലിച്ചു കയറി. കത്തി പിൻവലിച്ചിട്ട് അത് വായിലേക്ക് കുത്തിത്തിരുക്കി. പിന്നെ അവളുടെ കൈക്കാലുകൾ ചേർത്ത് ബന്ധിച്ചു. അരുതെന്ന് അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു വിജയമ്മയ്ക്ക്. പക്ഷേ കഴിഞ്ഞില്ല. അവളൊരു നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത്. രാഘവൻ്റെ കത്തി പുളഞ്ഞു. നൈറ്റി ചീന്തിപ്പോയി. അയാളത് വലിച്ചു പറിച്ചെറിഞ്ഞു. അവളുടെ അടിവസ്ത്രങ്ങളും അയാൾ മുറിച്ചു കളഞ്ഞു. എടി എരുമകുമാരി, ഒരുപക്ഷെ നീ കരുതുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് നിന്നെ പ്രാപിക്കാൻ എത്തിയവനാണ് ഞാനെന്ന്. അല്ലടി പട്ടിച്ചി, അതിന് മാത്രം ഞാൻ അധപതിച്ചിട്ടില്ല. വിജയമ്മയുടെ കണ്ണുകൾ രണ്ട് അരുവികളായി. ആദ്യമായി അവൾ ഭയപ്പെടുകയായിരുന്നു. രാഘവൻ മുറിയിൽ നോക്കി. ഭിത്തി അരമാലയ്ക്കുള്ളിൽ ഇലക്ട്രിക് അയൺ ഇരിക്കുന്നത് കണ്ടു. അയാൾ ക്ഷണനേരത്തിനുള്ളിൽ അതെടുത്ത് വയർ പ്ലഗിൽ കുത്തി. അരുതേ എന്ന ഭാവത്തിൽ വിജയമ്മ തലയാട്ടി കാണിച്ചു. രാഘവൻ ക്രൂരമായി ചിരിച്ചു. എന്നെ നിനക്കറിയാമോടി? എൻ്റെ പെങ്ങൾ അഞ്ജനയെ നീ ചെയ്തതെന്താണെന്ന് ഞാൻ ഇനി ഓർമ്മിപ്പിക്കേണ്ടല്ലോ. വിജയമ്മയുടെ കണ്ണുകൾക്കുള്ളിൽ ഭയം ഒരു വലയം തീർത്തു. രാഘവൻ തുടർന്നു. ദേ, അയൺ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജനയോട് നീ ചെയ്തതുപോലെ ഇത് ഞാനിപ്പോൾ നിന്റെ നെഞ്ചിൽ അമർത്തും. വിജയമ്മ പിടഞ്ഞുപോയി. അതിനു മുൻപ് നീ എനിക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരണം. അഞ്ജന എങ്ങനെയാണ് മരിച്ചത്? ചോദിച്ചുകൊണ്ട് അയാൾ അവളുടെ വായിൽ നിന്നും തുണി വലിച്ചു മാറ്റി. പകരം പൊക്കിളിൽ കത്തിമുന മുട്ടിച്ചു നിർത്തി. സത്യമല്ല നീ പറയുന്നതെങ്കിൽ ഈ കത്തി ഇവിടെ തന്നെ താഴും. നിലവിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിച്ചാലും ഫലം ഇത് തന്നെയായിരിക്കും. ഞാൻ പറയാം. എങ്കിൽ വേഗം പറ. അഞ്ജന പറയൂ. മരിച്ചിട്ടില്ല. ഇത്തവണ കിടുങ്ങിപ്പോയത് രാഘവനാണ്. നീ എന്താ പറഞ്ഞത്? അവൾ മരിച്ചിട്ടില്ല. വ്യക്തമായി പറയൂ. അന്ന് നിങ്ങൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത് അഞ്ജനയെ അല്ല, പിന്നെ ഡോക്ടർ സക്രിയാസിൻ്റെ ഭാര്യയെ. അയാൾ മിഴിച്ചു നിന്നു. വിജയമ്മ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സക്രിയാസ് ഡോക്ടറുടെ ഭാര്യ അയാളുടെ പ്രവൃത്തിയിൽ അതൃപ്തി പൂണ്ടു. ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ വച്ച് തന്നെ അവർ തമ്മിൽ വാക്കുതർക്കമായി. രാത്രി ഡോക്ടർക്ക് പിന്നാലെ അവളും ആശുപത്രിയിൽ വന്നു. അപ്പോൾ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് അഞ്ജനയാണ്. അവർ അറിയാതെ പിന്തുടർന്നു വന്ന അവൾ ഫാർമസിയിൽ നിന്നും ഒരു ചെറിയ കന്നാ സ്പിരിറ്റുമായി മടങ്ങിയെത്തി. രണ്ടുപേരെയും ചുട്ടുകരിക്കുകയായിരുന്നിരിക്കണം ഉദ്ദേശം. ഏതായാലും ഡോക്ടർ സക്രിയാസ് അപകടം മണത്തറിഞ്ഞു. അയാൾ കന്നാസിൽ കടന്നു പിടിച്ചു. ഇരുവരും തമ്മിൽ മൽപ്പിടുത്തമായി. സ്പിരിറ്റ് ഡോക്ടറുടെ ഭാര്യയുടെ ശരീരത്ത് വീണു. അവസാനം തൻ്റെ ഉദ്ദേശം നടക്കില്ലെന്ന് വന്നപ്പോൾ അവൾ സ്വയം ശരീരത്തിന് തീ കൊളുത്തി. എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അഞ്ജന. തൻ്റെ ഭാര്യ മരിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്ന് ഡോക്ടർക്കറിയാമായിരുന്നു. കാരണം അവളുടെ വീട്ടുകാർ അയാളെക്കാൾ പിടിപാടുള്ളവരായിരുന്നു. വിജയമ്മ ഒന്ന് നിർത്തി. പറയൂ. രാഘവൻ്റെ കൽപ്പന. തൽക്കാലം അവളുടെ മരണം മൂടിവെച്ചേ പറ്റൂ. അതിന് ഡോക്ടർ കണ്ടെത്തിയ മാർഗമായിരുന്നു തീപ്പൊള്ളലേറ്റത് അഞ്ജനയ്ക്കാണെന്ന പ്രഖ്യാപനം. മാത്രവുമല്ല, എല്ലാത്തിനും സാക്ഷിയായ അഞ്ജന ഇനി മറ്റാരെയും കണ്ടുകൂടെന്നും അയാൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തു? അഞ്ജനയെ അവിടെ നിന്ന് മാറ്റി. നിങ്ങൾക്ക് ടെലഗ്രാം ചെയ്തു. മരിച്ചത് അഞ്ജനയാണെന്ന് വരുത്തി തീർത്തു. ഡോക്ടർക്ക് മക്കളില്ലേ? ഇല്ല. ഇതുവരെ ആ സ്ത്രീ മരിച്ചത് ആരും അറിഞ്ഞില്ലേ? ഈ ഹോസ്പിറ്റലുമായി ബന്ധമുള്ള പലർക്കും അറിയാം. പക്ഷേ ആരിൽ നിന്നും ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോകില്ല. അത് ശരിയാണെന്ന് രാഘവനും അറിയാമായിരുന്നു. എന്നിട്ട് അഞ്ജനയുടെ ഇവിടെ തന്നെയുണ്ട്. എവിടെ? നിലവറയിൽ. അഞ്ജനയുടെ ഡയറിയിൽ ഒരു നിലവറയെക്കുറിച്ച് പറഞ്ഞിരുന്നത് അയാൾ ഓർത്തു. എവിടെയാണ് ആ മുറിയെന്നും രാഘവൻ അവളിൽ നിന്നും മനസ്സിലാക്കി. ഇത്രയുമൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ വിധിച്ചിട്ടുള്ള ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാൻ പോകുന്നില്ല. രാഘവൻ ധൃതിയിൽ അവളുടെ വായിലേക്ക് പിന്നെയും തുണികൾ കുത്തിത്തിരുക്കി. അയൺ ചൂടായി. അതിൽ നിന്നും ആവി പറക്കുന്നത് അയാൾ കണ്ടു. അയാൾ അതെടുത്ത് വിജയമ്മ തലയിട്ട് അടിച്ചു കരഞ്ഞു. അയാളുടെ മനമലിഞ്ഞില്ല. തൻ്റെ കുഞ്ഞുപെങ്ങളുടെ നെഞ്ചിൽ പഴുപ്പിച്ച കമ്പി അമർത്തുന്ന വിജയമ്മയുടെ ചിത്രമായിരുന്നു മനസ്സിൽ. അയാൾ അയൺ താഴ്ത്തി വിജയമ്മയുടെ നെഞ്ചിലേക്ക്. അവൾ കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ കിടക്കയിൽ കിടന്നു പിടഞ്ഞു. അയൺ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു രാഘവൻ. പെൺകുട്ടികളെ നാശത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ടിരിക്കുന്ന നിനക്ക് തരാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിത്. കത്തിക്കരിയുന്ന മാംസത്തിൻ്റെ കടുത്ത ഗന്ധം മുറിയിൽ പരന്നു. വിജയമ്മയുടെ അവസാന പിടച്ചിലും തീർന്നു. എന്നിട്ടും രാഘവൻ അയണിലെ പിടിവിട്ടിരുന്നില്ല. നിലവറയിൽ വെളിച്ചമുണ്ടായിരുന്നെങ്കിലും അവിടെ കനത്ത നിശബ്ദത തങ്ങി നിൽക്കുകയായിരുന്നു. കിടക്കയിൽ തളർന്ന് അർദ്ധനഗ്നയായി ഉറങ്ങിക്കിടന്നു അഞ്ജന. അവൾക്കരികിൽ തന്നെയുണ്ടായിരുന്നു ദർശന ഹോസ്പിറ്റലിൻ്റെ MD പ്രഭാകരൻ.
ഇപ്പോൾ അഞ്ജനയുടെ ലോകം ആ നിലവറ മാത്രമാണ്. എത്ര ദിവസങ്ങളായി താൻ ഇതിനുള്ളിൽ വന്നിട്ടെന്നൊന്നും അവൾക്കറിയില്ല. ഒരു യന്ത്രത്തെ പോലെ ജീവിതം. സമയാസമയങ്ങളിൽ ആഹാരം അവിടെ എത്തിക്കാൻ ആളുണ്ട്. അവളത് കഴിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി കാത്തിരിക്കുന്നു. വികാരശമനത്തിനായി പ്രഭാകരനും ഡോക്ടർ സക്രിയാസും അവിടെ എത്തും. ഇത്രയൊക്കെയായിട്ടും അവർക്കിരുവർക്കും അവളോട് മടുപ്പ് തോന്നുന്നില്ല. ഈ രാത്രി പ്രഭാകരൻ്റെ ഊഴമായിരുന്നു. എത്ര തവണ അയാൾ അവളെ കടിച്ചു കുടഞ്ഞു. അവസാനമൊന്നും അഞ്ജന അറിയുന്നുണ്ടായിരുന്നേയില്ല. പ്രഭാകരൻ എണീറ്റിരുന്നു. ഒരു സിഗരറ്റ് കത്തിച്ചു. സംതൃപ്തി നിറഞ്ഞ ഭാവത്തിൽ അഞ്ജനയെ നോക്കി. അയാൾ ഷർട്ട് ധരിച്ചു. ഇനി മടക്കയാത്ര. പ്രഭാകരൻ നിലവറയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഭാവിക്കുമ്പോൾ പൊടുന്നനെ വാതിൽ തുറക്കപ്പെടുന്നതാണ് കണ്ടത്. അയാളൊന്ന് ഞെട്ടി. തൻ്റെ അനുവാദം കൂടാതെ ഈ വാതിൽ ആരും തുറക്കാറില്ലല്ലോ, പ്രത്യേകിച്ചും താൻ ഇതിനുള്ളിലുള്ളപ്പോൾ. പുറത്തെ മുറിയിലും വെളിച്ചമുണ്ടായിരുന്നു. നിലവറയുടെ കവാടത്തിൽ നിൽക്കുന്ന രാഘവനെ പ്രഭാകരൻ തുറച്ചു നോക്കി. പക്ഷേ പെട്ടെന്ന് പിടികിട്ടിയില്ല. എന്നാൽ രാഘവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഭാകരനെ മനസ്സിലായിരുന്നു. അപകടം മൺതറിഞ്ഞ പ്രഭാകരൻ എന്തോ വിളിച്ചലറാൻ ഭാവിച്ചതും രാഘവൻ അയാളുടെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടിയതും ഒപ്പമായിരുന്നു. പ്രഭാകരൻ നിലവറയിലേക്ക് തന്നെ വീണു. രാഘവൻ ഒപ്പം ചാടി. അതിനിടെ നിലവറയുടെ വാതിലും അടച്ചു. ഒരു കാട്ടു ജന്തുവിനെ പോലെ രാഘവൻ അയാളെ ആക്രമിച്ചു. നിനക്ക് മനസ്സിലായോടാ എന്നെ? അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് രാഘവൻ അലറി. പ്രഭാകരൻ തുറച്ചു നോക്കി. രാഘവൻ, അപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയുണ്ട് അല്ലേ? ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് അഞ്ജന ഞെട്ടിയുണർന്നത്. ആദ്യം അവൾക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ രാഘവൻ്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഈശ്വരാ, ഏട്ടൻ! അവൾക്ക് സന്തോഷവും സന്താപവും ഒന്നിച്ചുണ്ടായി. ധൃതിയിൽ അവൾ വസ്ത്രങ്ങൾ വാരിച്ചുറ്റി. പ്രഭാകരൻ്റെ ചലനം നിലച്ചു വരികയായിരുന്നു. പട്ടിയുടെ മോനെ, 5 സ്റ്റാർ ഹോട്ടൽ പോലൊരു ആശുപത്രി ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് തന്തയ്ക്ക് പിറക്കാഴുകയും കാണിച്ചാൽ ആരും ചോദിക്കാനുണ്ടാവില്ലെന്ന് കരുതിയോടാ? അത് മുഴുവൻ പ്രഭാകരൻ കേട്ട് കാണില്ല. അയാൾ ശക്തിയായി ഒന്ന് പിടഞ്ഞു. കണ്ണുകൾ തുറച്ചു നിന്നു. നാവ് പുറത്തേക്ക് തള്ളി. രാഘവൻ പിടിവിട്ടു. പ്രഭാകരൻ്റെ ജഡം അവിടെ വീണു. അയാൾ വെട്ടിത്തിരിഞ്ഞു. അവിടെ ഏതു നിമിഷവും പെയ്യുവാൻ നിൽക്കുന്ന മഴമേഘം പോലെ അഞ്ജന. മോളെ, ഏട്ടാ, എൻ്റെ പൊന്നേട്ടാ! അവൾ അയാളുടെ മാറിലേക്ക് വീണു. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ഏട്ടന് എല്ലാം അറിയാം. ഇനി അത് നിന്റെ നാവിന്ന് കേൾക്കാനുള്ള ശക്തി മാത്രം ഏട്ടനില്ല. പൊട്ടിക്കരയുകയാണ് അഞ്ജന. അത് തെല്ലൊന്നടങ്ങിയപ്പോൾ രാഘവൻ പറഞ്ഞു. മോളെ, നമ്മളിപ്പോൾ ബോംബിൻ്റെ പുറത്താണ്. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആപത്താണ്. ഏട്ടൻ പോയിക്കോ. ഇനി എന്നെക്കൊണ്ട്. അഞ്ജനെ, അയാളുടെ ശബ്ദത്തിൽ ഗൗരവം നിഴലിച്ചു. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ എന്തെന്ത് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നു. പ്രായമായി കഴിയുമ്പോൾ അതേക്കുറിച്ചോർത്ത് നാം വിലപിക്കാറുണ്ടോ? ഒരു ദുസ്വപ്നമാണ് കഴിഞ്ഞു പോയതെന്ന് തൽക്കാലം ചിന്തിക്കുക. കാലത്തിന് എല്ലാറ്റിനെയും മറവിയുടെ കയത്തിലേക്ക് എടുത്തെറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അഞ്ജന മിണ്ടാതെ നിന്നു. അയാൾ അവളെ തൻ്റെ തോളിൽ നിന്ന് അടർത്തി മാറ്റി. നീ വേഗം വസ്ത്രം മാറ്. ഞാൻ ഉടനെ വരാം. പോകും മുമ്പ് എനിക്ക് ഒരാളെ കൂടി കാണേണ്ടതുണ്ട്. എന്തോ ചിന്തിച്ചുകൊണ്ട് രാഘവൻ പുറത്തേക്ക് പോയി. മരിച്ചു കിടക്കുന്ന പ്രഭാകരൻ്റെ നേരെ നോക്കാൻ പോലുമുള്ള ധൈര്യമില്ലായിരുന്നു അഞ്ജനയ്ക്ക്. അവൾ ധൃതിയിൽ വേഷം മാറാൻ തുടങ്ങി. ഈ സമയം ഹോസ്റ്റലിൻ്റെ പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു രാഘവൻ. കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന തടിയൻ വാച്ചർ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും രാഘവൻ പിന്നിൽ നിന്ന് അയാളുടെ കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കി കഴിഞ്ഞിരുന്നു. വാച്ചർക്ക് എതിർക്കാനായില്ല. രാഘവൻ കടാരയുടെ പിടികൊണ്ട് അയാളുടെ ശിരസിൽ ഒരു ഇടി കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വാച്ചർ ഒരു ചാക്കുകെട്ട് കണക്കെ തറയിൽ വീണു. രാഘവൻ അയാളെ ഒരു ഭാഗത്തേക്ക് വലിച്ചു മാറ്റി കിടത്തി. പിന്നെ ധൃതിയിൽ അയാളുടെ യൂണിഫോം അഴിച്ചു ധരിച്ചു. ഇത്തിരി ലൂസ് ആയിരുന്നെങ്കിലും തൽക്കാലം അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. തിരികെ നിലവറയിലെത്തുമ്പോൾ അഞ്ജന വേഷം മാറി നിൽക്കുകയായിരുന്നു. ഇത്രയുമൊക്കെ നടന്നിട്ടും ആരും ഒന്നും അറിയാത്തതിൽ രാഘവന് ആഹ്ലാദം തോന്നി. വാ മോളെ. രാഘവൻ അഞ്ജനയുമായി പുറത്തു വന്നു. അവളെ കോഴിവാലൻ ചെടികൾക്കുള്ളിൽ ഒളിപ്പിച്ചു നിർത്തി. എന്തുണ്ടായാലും ഇവിടെ നിന്ന് അനങ്ങരുത്. നിന്നെ ഇനി ആരും കണ്ടുപിടിച്ചുകൂടാ. ഏട്ടൻ, എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. പെട്ടെന്ന് വരും ഞാൻ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ ആശുപത്രിക്ക് നേരെ നടന്നു. വാച്ചറുടെ വേഷത്തിലായതിനാൽ അയാളെ ആരും അത്ര ശ്രദ്ധിച്ചില്ല. അയാൾ സി വാർഡിലെത്തി. നേഴ്സസ് ഡ്യൂട്ടി റൂമിൽ നിന്നും ശാരദ പുറത്തേക്ക് വരുന്നത് കണ്ടു. അയാൾ അവൾ കാണാതെ ഒരു ഭാഗത്തേക്ക് മാറി. ഡോക്ടർ സക്രിയാസിൻ്റെ റൂം കണ്ടെത്തുവാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. വാതിൽ ചാരിയിരിക്കുകയായിരുന്നു. അയാൾ അത് തള്ളി തുറന്ന് അകത്ത് കയറി. കൺസൾട്ടിംഗ് റൂമിൽ ആരുമില്ല. തൊട്ടടുത്ത മുറിയുടെ വാതിലിലേക്ക് രാഘവൻ്റെ കണ്ണുകൾ പാളി വീണു. അയാൾ അങ്ങോട്ടെടുത്തു. വാതിലിൽ തള്ളി നോക്കി. അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. അയാൾ പതിയെ വാതിലിൽ തട്ടി. പ്രതികരണമൊന്നുമില്ല. വീണ്ടും തട്ടി നോക്കി. ആരാ? ഇത്തവണ ശബ്ദം കേട്ടു. അല്പം കഴിഞ്ഞ് വാതിൽ തുറക്കപ്പെട്ടു. ഒരു യുവതിയുടെ മുഖമാണ് ആദ്യം കണ്ടത്. അവൾ എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോഴേക്കും അയാൾ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നു. അതേ വേഗത്തിൽ തന്നെ അതടച്ച് ലോക്കിടുകയും ചെയ്തു. അഞ്ജനയുടെ ഡയറിയിൽ വായിച്ച AC റൂമല്ല ഇതെന്ന് രാഘവൻ തിരിച്ചറിഞ്ഞു. ഇയാൾക്ക് വേറെയും മുറികളുണ്ടാവും. കിടക്കയിൽ അർദ്ധനഗ്നനായി കിടക്കുകയായിരുന്നു ഡോക്ടർ സക്രിയാസ്. ആരടാ നീ? അയാൾ ചാടി എണീറ്റു. വാതിൽ തുറന്ന യുവതി പരിഭ്രാന്തയായി ഒരു മൂലയിൽ മാറി നിന്നു. രാഘവൻ കടാര വലിച്ചെടുത്തു. ഞാൻ രാഘവൻ. അഞ്ജനയുടെ. ഡോക്ടർ പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന കോഡ്ലെസ് ഫോൺ എടുക്കാനാഞ്ഞു. പക്ഷേ വൈകിപ്പോയി. രാഘവൻ അതെടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പൊട്ടിപ്പോയി. സക്രിയാസ് രാഘവനെ ആക്രമിക്കാനൊരുങ്ങി. അനങ്ങരുത്, അയാൾ പറഞ്ഞു.
അനങ്ങിയാൽ ഈ കടാരം നിന്റെ നെഞ്ചിൽ പൊളഞ്ഞിറങ്ങും. എത്രയും വേഗത്തിൽ നിനക്കും പ്രഭാകരൻ്റെയും വിജയമ്മയുടെയും ഒപ്പം അങ്ങേ ലോകത്തേക്ക് പോകാം. അപ്പോൾ നീ അവരെ കൊന്നു? യാതൊരു ഭേദവും കൂടാതെ അവൻ പറഞ്ഞു. സക്രിയാസ് മരവിച്ചു നിന്നു. മുറിയിലുണ്ടായിരുന്ന യുവതി വിളറിപ്പോയി. സ്വന്തം ഭാര്യയെ സ്പിരിറ്റ് ഒഴിച്ച് കൊന്നിട്ട് ആൾമാറാട്ടം നടത്തിച്ച് രക്ഷപ്പെടാമെന്ന് നീ കരുതി അല്ലടാ കൊലയാടി മോനെ? നിനക്ക് വ്യഭിചരിച്ച് കഴിയാമെന്ന് വിചാരിച്ചു അല്ലേ? ഇല്ലടാ, കാലം നിന്നെ പോലെയുള്ളവന് ഒരിക്കലും മാപ്പ് നൽകില്ല. രാഘവൻ രണ്ടടി മുന്നോട്ട് നീങ്ങി. കൊല്ലല്ലേ രാഘവ, നിനക്ക് ഞാൻ എന്തും തരാം. രാഘവൻ്റെ കണ്ണുകൾ കുറുകി. എന്തും? എങ്കിൽ നിന്റെ കാർ എനിക്ക് വേണം. എടുത്തോ, താഴെ കിടപ്പുണ്ട്. അതിൻ്റെ നമ്പർ? ഡോക്ടർ അതും പറഞ്ഞു കൊടുത്തു. കീ അപ്പുറത്തെ മുറിയിൽ മേശയുടെ ഡ്രോയിലുണ്ട്. താങ്ക് യു. നിന്നെ കൊല്ലാതിരിക്കാനല്ല എനിക്ക് കാർ, കൊന്നിട്ട് രക്ഷപ്പെടാനാണ്. രാഘവൻ മുന്നോട്ട് കുതിച്ചു. പിന്നോട്ടാഞ്ഞ ഡോക്ടർ കിടക്കയിലേക്ക് മലർന്നു വീണു. അയാൾ ഡോക്ടറുടെ മുഖത്തേക്ക് കൈ അമർത്തി. പിന്നെ ഒറ്റക്കുത്ത്. കടാര കഴുത്ത് തുളച്ച് ഫോം ബെഡിൽ തറഞ്ഞു നിന്നു. മുറിയിൽ നിന്നിരുന്ന യുവതി ഇത് കാണാനുള്ള കരുത്തില്ലാതെ മുഖം തിരിച്ചു. സക്രിയാസ് കൈക്കാലിട്ടടിച്ച് പിടഞ്ഞു. ഈ കിടക്കയിൽ വെച്ച് നീ ഒരുപാട് പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നിന്റെ അവസാനവും ഇവിടെ തന്നെ. ഡോക്ടറുടെ പിടച്ചിൽ തീർന്നു. രാഘവൻ കടാര വലിച്ചൂരി. രക്തം കിടക്കയെ കുതിർത്തു. അയാൾ മുറിയിൽ നിന്നിരുന്ന യുവതിയെ നോക്കി. ഒരു കൂട്ടം കാമാന്തന്മാരിൽ നിന്നും ഈ ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് ഞാൻ മോചനം നൽകിയിരിക്കുന്നു. പോയിക്കോ. ഇവിടെ ഇങ്ങനെയൊന്നും നടന്നെന്നോ ഈ മുറിയിൽ നീ ഉണ്ടായിരുന്നെന്നോ ആരോടും പറയണ്ട. യുവതി രാഘവനെ തൊഴുതു. പിന്നെ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. രാഘവൻ അവിടെ അഴിച്ചിട്ടിരുന്ന സക്രിയാസിൻ്റെ വസ്ത്രത്തിൽ തന്നെ കടാരയിലെ രക്തം തുടച്ചു. പിന്നെ അത് കീശയിൽ തിരുകി. ധൃതിയിൽ അടുത്ത മുറിയിലെത്തി. മേശ തുറന്ന് കാറിൻ്റെ താക്കോലെടുത്തു. യാതൊരു തിടുക്കവും ഭാവിക്കാതെയാണ് താഴെ എത്തിയത്. ഡോക്ടറുടെ കാർ കണ്ടു. ഡോർ തുറന്നകത്ത് കയറി. അയാൾ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പുറത്ത് നിന്നിരുന്ന ഗാർഡ് എന്തോ വിളിച്ചു പറഞ്ഞു. ശ്രദ്ധിച്ചില്ല. മിന്നൽ പോലെ റിവേഴ്സിൽ. അതിൻ്റെ ഇരട്ടി വേഗത്തിൽ വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട്. നഴ്സസ് ക്വാർട്ടേഴ്സിനരികിലെ കോഴിവാലൻ ചെടികൾക്കരികിൽ ബ്രേക്കിട്ട് ഡോർ തുറന്ന് പിടിച്ചു. വേഗം വാഞ്ചനെ. അവൾ ഓടി വന്ന് കാറിൽ കയറി. ഡോർ അടച്ചു. അത് ഗേറ്റിലേക്ക് പാഞ്ഞു. നേരത്തെ എന്തോ വിളിച്ചു പറഞ്ഞ ഗാർഡ് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കാർ റോഡിലെത്തി. ഇടപ്പഴിഞ്ഞ് കവലയിൽ നിന്ന് സീൽക്കാരത്തോടെ വെട്ടിത്തിരിഞ്ഞു. വഴുതക്കാട്ടേക്ക്. റോഡിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. ബേക്കറി ജംഗ്ഷനിലെത്തി കാർ വടക്കോട്ട് പാഞ്ഞു. നമ്മൾ എങ്ങോട്ടായിട്ടാ? പതിഞ്ഞതും പതറിയതുമായ ശബ്ദത്തിൽ അഞ്ജന തിരക്കി. ആർക്കും നമ്മളെ പരിചയമില്ലാത്ത എവിടേക്കെങ്കിലും. പിന്നെ അഞ്ജന ഒന്നും ചോദിച്ചില്ല. കാർ പാഞ്ഞുകൊണ്ടിരുന്നു. റോഡിൽ നേരിയ മഞ്ഞുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ഗുഹാമാർഗം സൃഷ്ടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നാലെ പോലീസ് എത്തുമോ എന്ന ഭീതി പോലും രാഘവനും ഉണ്ടായിരുന്നില്ല. അടുത്ത സ്റ്റോറി. രാത്രി വേട്ട. ഡേയ്, നീ വണ്ടിയൊന്ന് ഒതുക്കി നിർത്ത്. അലക്സ് സീറ്റിൽ മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് സുഹൃത്തിൻ്റെ തോളിൽ തട്ടി. എന്താ കാര്യം? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രഘുവരൻ തിരിഞ്ഞു നോക്കി. പറയാം. അലക്സിനെയും രഘുവരനെയും കൂടാതെ 2 പേർ കൂടിയുണ്ടായിരുന്നു കാറിൽ. നെൽസണും ലത്തീഫും. 4 പേരും പണച്ചാക്കുകളുടെ മക്കളാണ്. ഇന്ന് രഘുവരൻ്റെ ബർത്ത്ഡേ ആയതിനാൽ 4 പേരും കൂടി പട്ടണത്തിലെ ബാറിൽ പോയിട്ട് മടങ്ങി വരികയായിരുന്നു. രഘുവരൻ റോഡിൻ്റെ ഓരത്തേക്ക് നീക്കി കാർ നിർത്തി. ഹെഡ്ലൈറ്റ് അണയ്ക്കടാ. രഘുവരൻ അനുസരിച്ചു. എങ്ങും കനത്ത ഇരുട്ട്. രാത്രി എത്രയായിട്ടുണ്ടാവും? 12 1 മണിയോ? റോഡിന് ഇരുവശത്തും വിശാലമായ റബ്ബർ എസ്റ്റേറ്റുകളാണ്. പകൽ പോലും അവിടെ കൊടുംവനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുമായിരുന്നു. അലക്സ് കാറിനുള്ളിലെ ലൈറ്റ് തെളിച്ചു. നീ എന്തിനുള്ള പുറപ്പാടാ? നെൽസൺ ചോദിച്ചപ്പോഴേക്കും അലക്സ് ഒരു ഫുൾ ബോട്ടിൽ ഗ്രീൻ ലേബലും ഗ്ലാസും എടുത്തു കഴിഞ്ഞിരുന്നു. ഇനിയും മോതാനാണോ പ്ലാൻ? ലത്തീഫ് നെറ്റി ചുളിച്ചു. കുടിച്ചതൊക്കെ പോയി, നമുക്കൊന്നുകൂടെ വീശാം. അലക്സ് ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. 4 പേരും അവിവാഹിതരാണ്. കാണാൻ നല്ല ചേലുള്ളവരും. അവരുടെ പിതാക്കന്മാർക്കും പങ്കു ബിസിനസ്സാണ്. ആയിരക്കണക്കിന് ഏക്കർ തേയിലത്തോട്ടം, കുരുമുളക് തോട്ടം, ഏലത്തോട്ടം എല്ലാമുണ്ട്. ഇന്ന് അവർ മരുനാട്ടിലെ രാജാക്കന്മാരാണ്. ആദ്യം പകർന്നത് അലക്സ് തന്നെ കഴിച്ചു. പുറം കൈ കൊണ്ട് ചുണ്ട് തുടിച്ചിട്ട് അവൻ കുപ്പിയും ഗ്ലാസും നെൽസന് നീട്ടി. ഒരുവൻ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? അവനും ഒരു പെഗ് അകത്താക്കി. തുടർന്ന് രഘുവരനും ലത്തീഫും. ഓരോരുത്തരും 2 പെഗ് വീതം അകത്താക്കിയപ്പോഴേക്കും കുപ്പി ഒഴിഞ്ഞു. അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓരോ സിഗരറ്റിന് തീ കൊളുത്തി. നേരത്തെ അടിച്ചതിൻ്റെ കൂടെ ഇതുകൂടിയായപ്പോൾ 4 പേരും നല്ല ഫിറ്റായി കഴിഞ്ഞിരുന്നു. അലക്സ് പതിയെ പാടാൻ തുടങ്ങി. താനാരോ തന്നാരോ താനാരോ തന്നാരോ. ബാക്കി പുഴുത്ത തെറിയായിരിക്കും. പൂരപ്പാട്ടിന് അവനെ കഴിഞ്ഞേയുള്ളൂ മറ്റുള്ളവർ. മദ്യം തലയ്ക്ക് പിടിച്ചാൽ അലക്സിന് പാടിയേ പറ്റൂ. അവൻ പാടാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാർ കയ്യിൽ താളം പിടിച്ചു. കാറിനുള്ളിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രഘുവരൻ അത് സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റുകൾ ഇരുട്ട് തുളച്ചു. കാർ നീങ്ങി. ഇനിയൊരു 35 കിലോമീറ്ററുകൾ കൂടി താണ്ടിയാൽ എസ്റ്റേറ്റായി. അടുത്തെങ്ങും ബാർ ഇല്ലാഞ്ഞിട്ടല്ല അവർ ഇത്രയും അകലെ പോരുന്നത്. ജനങ്ങളെ ഭയന്ന്. ജനങ്ങൾക്കിടയിൽ അവർക്ക് നല്ല വെയിറ്റാണ്. അത് കളഞ്ഞു കുളിക്കേണ്ടല്ലോ. ഇപ്പോഴൊരു കിളി കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ലത്തീഫ് പറഞ്ഞു. ആഹാ. അലക്സ് പാട്ട് നിർത്തി. അങ്ങനെ നല്ല കാര്യം വല്ലതും പറയടേ. കാർ ഒരുവിധം വേഗത്തിൽ തന്നെയാണ്. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറിയപ്പോൾ നെൽസൺ ഗ്ലാസ് പതിയെ ഉയർത്തി. മഴ പെയ്യുന്നുവെന്ന് തോന്നുന്നു. അവൻ പിറുപിറുത്തു. കാർ
കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും പിന്നിടുകയാണ്. അങ്ങകലെ പള്ളിക്ക് മുകളിലെ ലൈറ്റ് അവ്യക്തമായി അവർ കണ്ടു. കാർ 1 കിലോമീറ്റർ കൂടി ഏകദേശം പിന്നിട്ട് കാണും. പൊടുന്നനെ ചരൽ വാരി എറിയുന്നതുപോലെ മഴത്തുള്ളികൾ കാറിൻ്റെ ബോണറ്റിലും ഫ്രണ്ട് ഗ്ലാസിലും പതിഞ്ഞു തുടങ്ങി. തൊല്ലയായല്ലോ, രഘുവരൻ പിറുപിറുത്തു. ഒപ്പം അവൻ വൈപ്പർ ഓൺ ചെയ്തു. അനുനിമിഷം മഴയ്ക്ക് ശക്തി കൂടി വരികയാണ്. ഭ്രാന്തമായ വേഗത്തിൽ കാറ്റ് വട്ടം ചുറ്റി അടിക്കാനും തുടങ്ങി. റബ്ബർ മരങ്ങൾ വട്ടം കറങ്ങി. അവ അടർന്ന് റോഡിലേക്ക് വീഴുമെന്ന് പോലും തോന്നി. ഇന്ന് മിക്കവാറും യാത്ര മുടങ്ങിയത് തന്നെ. വല്ല മരവും റോഡിൽ വീണാൽ. അലക്സ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ലത്തീഫ് തടഞ്ഞു. നിന്റെ ഒടുക്കത്തെ കരുനാക്കുകൊണ്ട് പറയല്ലേ. വൈപ്പർ ഉണ്ടായിട്ടും കാറിൻ്റെ ഗ്ലാസിൽ മഞ്ഞിൻ്റെ പാട പോലെ തണുപ്പ് പരന്നു. രഘുവരൻ തുവർത്തുകൊണ്ട് അത് തുടച്ചു മാറ്റി. 10 അടി അകലെയുള്ള വസ്തുക്കൾ പോലും കാണാനാവാതെ തിമിർത്തു പെയ്യുകയാണ് മഴ. പള്ളിമുകളിലെ ലൈറ്റും അണഞ്ഞു. വൈദ്യുതി ബന്ധവും വേർപെട്ടിരിക്കണം. കാർ പള്ളിയുടെ അരികിലെത്താറായി. റോഡ് സൈഡിൽ തന്നെയാണ് ശ്മശാനവും. മതിൽ കെട്ടി വേർതിരിച്ച് ഇരിക്കുകയാണ്. കാർ അവിടെ എത്തിയതും പൊടുന്നനെ രഘുവരൻ്റെ കണ്ണുകളിൽ എന്തോ ഉടക്കി. ഒരു വെളുത്ത രേഖ പോലെ. അവൻ്റെ കാൽ ബ്രേക്കിലേക്ക് തെന്നി നീങ്ങി. കാർ നിന്നു. എന്താടാ? അതെന്താണെന്ന് നോക്ക്. രഘുവരൻ റോഡിലേക്ക് കൈ ചൂണ്ടി. മറ്റ് 3 പേരും ഉറ്റുനോക്കി. മദ്യലഹരിക്കാരനും റോഡ് ശരിക്ക് കാണുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ അത് കണ്ടു. റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു വരുന്ന ഒരു പെണ്ണ്. വെളുത്ത വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അളിയോ, കിളിയുടെ കാര്യം പറഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും ഇതാടാ പറയുന്നത്. ഓരോന്നിനും കാലവും നേരവും ഒക്കെ ഉണ്ടെന്ന്. അലക്സ് ഡോർ തുറക്കാൻ വേണ്ടി ഹാൻഡിലിൽ കൈവച്ചു. ലത്തീഫ് വിലക്കി. നീ ഇതെന്ത് ഭാവിച്ചാ? സ്ഥലം ഏതാണെന്തെന്ന് അറിയാമോ? ശവക്കോട്ടയാ. അവൾ വല്ല പ്രേതമാണെങ്കിൽ? അലറി ചിരിച്ചുപോയി അലക്സ്. പ്രേതമോ? നീ അവൾക്ക് കൊടുത്ത പരിവേഷം അസലായി. പ്രേതം റോഡിലൂടെ ഉലാത്തുകയായിരിക്കും അല്ലേ? പരിഹാസമാണെന്നറിഞ്ഞിട്ടും ലത്തീഫ് പ്രതികരിച്ചില്ല. അവൾ കാറിനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി. ധൃതിയിൽ അടുത്തു വരികയാണ്. വസ്ത്രങ്ങൾ നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അസാധാരണ സൗന്ദര്യം അപ്പാടെ വ്യക്തമാകുമായിരുന്നു. 8 കണ്ണുകളും അവളെ കൊത്തിപ്പറിക്കുകയായിരുന്നു. അവരുടെ രക്തത്തിന് ചൂട് പിടിച്ചു തുടങ്ങി. അലക്സ് ഡോർ തുറന്നു കഴിഞ്ഞു. ദേ, ചോദ്യവും പറച്ചിലൊന്നുമില്ല കേട്ടോ. പൊക്കിയെടുത്ത് കാറിലേക്കിരുന്നു. പോകുന്നു. എന്നാൽ അലക്സിൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിൻ്റെ ലൈറ്റുകൾ അണഞ്ഞു. അലക്സ് മഴയത്തിറങ്ങി കഴിഞ്ഞിരുന്നു. ലൈറ്റ് തെളിക്കട റാസ്കൽ, അവൻ പറഞ്ഞു. എന്നാൽ രഘുവരൻ ലൈറ്റ് അണച്ചതല്ലായിരുന്നു. അവൻ നോക്കിയിട്ട് ലൈറ്റ് തെളിക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. ഒരു മിന്നലുണ്ടായി. തൻ്റെ തൊട്ടരികിൽ അലക്സ് ആ സൗന്ദര്യത്തെ കണ്ടു. അമ്പടി! അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നാൽ അവൾ ആ കൈ തട്ടിക്കളഞ്ഞിട്ട് തിരിഞ്ഞോടി. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോടി. അലക്സും പിന്നാലെ പാഞ്ഞു. ഒരു പക്ഷിയുടെ വേഗതയാണ് അവൾക്കെന്ന് അവന് തോന്നി. എന്തു വന്നാലും അവളെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് അവൻ തീരുമാനിച്ചും കഴിഞ്ഞിരുന്നു. എന്തു വേണം? ഇരുളിൽ രഘുവരൻ്റെ ശബ്ദമുയർന്നു. അവൻ നോക്കിയിട്ട് കാറിനുള്ളിലെ ലൈറ്റ് പോലും തെളിക്കാൻ കഴിഞ്ഞില്ല. കാറിൻ്റെ ബാറ്ററി ബന്ധം അപ്പാടെ വേർപെട്ടതുപോലെയായിരുന്നു. അലക്സും യുവതിയും ഓടിപ്പോകുന്നത് മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവരും കണ്ടിരുന്നു. ഏതായാലും അവൻ അവളെയും കൊണ്ട് വരൂ. മഴയത്തേക്ക് ഇറങ്ങാനുള്ള മടിയോടെ ലത്തീഫ് പറഞ്ഞു. അക്കാര്യത്തിൽ മറ്റുള്ളവർക്കും രണ്ടാമതൊരു അഭിപ്രായമില്ലായിരുന്നു. ഈ അവസരത്തിൽ സെമിത്തേരിയുടെ ഗേറ്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു യുവതി. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ തീക്കനലിൻ്റെ തിളക്കമുണ്ടായിരുന്നു. അവൻ പിന്നാലെയുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ ഗേറ്റിലേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം ഗേറ്റിൻ്റെ താഴെ അടർന്നു വീണു. പാളികൾ തള്ളിത്തുറന്ന് അവൾ അകത്തേക്ക്. ശ്മശാനത്തിലേക്കാണെന്നൊന്നും ശ്രദ്ധിക്കാതെയാണ് അലക്സ് അകത്തേക്ക് ഓടിക്കയറിയത്. ഒരു മിന്നൽ കൂടി. മുന്നിൽ തല്ലുയർത്തി നിൽക്കുന്ന കുരിശുരൂപം കണ്ട് അവനൊന്നു നിന്നു. താൻ ശ്മശാനത്തിലാണ്. പക്ഷേ അവന് പേടി തോന്നിയില്ല. ജീവിച്ചിരിക്കുന്നവരെയാണ് പേടിക്കേണ്ടത്, മരിച്ചവരെയല്ല എന്ന വിശ്വാസക്കാരനാണവൻ. യുവതി ഏതാനും കല്ലറകൾക്കപ്പുറത്തുകൂടി നീങ്ങുന്നു. ശ്മശാനത്തിൽ കയറിയതുകൊണ്ട് നീ യക്ഷിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ലടി, അവന് വിളിച്ചു പറഞ്ഞു. മുന്നോട്ട് വീണ്ടും കുതിച്ച അലക്സ് ഒരു കല്ലിൽ തട്ടി കമിഴ്ന്നു വീണു. ശിരസ് ചെന്നിരിച്ചത് ഒരു കല്ലറയുടെ സ്ലാബിൽ. നിലവിളിച്ചു പോയി അവൻ. ശിരസിനുള്ളിൽ 1000 നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറി. തൻ്റെ തലയോട് പിളർന്നതുപോലെ അവന് തോന്നി. മഴവെള്ളത്തോടൊപ്പം ചോരയും കല്ലറയിലേക്ക് ഒഴുകി വീണു. പൊടുന്നനെ ദിഗന്ധം പിളർന്നതുപോലെ ഒരു ഇടിവെട്ടി. ഒപ്പം മഴയുടെ ശക്തി ഇരട്ടിയായി. എവിടെ നിന്നോ പാഞ്ഞെത്തിയ ഒരു ചുഴലിക്കാറ്റ് കല്ലറയെ വലം വെച്ചു. അലക്സ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. വിവശനായി അയാൾ കല്ലറയിൽ അള്ളിപ്പിടിച്ചു. ആ യുവതി അപ്പോൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കണമെന്നും രക്ഷയാചിക്കണമെന്നും അലക്സിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നാവിന് ചങ്ങല വീണിരിക്കുന്നു. കടുത്ത മഴയിലും തൻ്റെ ശരീരം ചുട്ടുപൊള്ളുകയാണെന്ന് അവന് തോന്നി. ജീസസ്! ജീവിതത്തിൽ ആദ്യമായി അവൻ ദൈവത്തെ വിളിച്ചു. പെട്ടെന്ന് അവനൊരു സംശയം. താൻ കിടക്കുന്ന സ്ലാബ് അനങ്ങുന്നുണ്ടോ? കാറ്റിനും ശക്തിയേറുകയാണ്. ആരോ എടുത്തെറിഞ്ഞതുപോലെ അലക്സ് തറയിൽ വീണു. ആ ക്ഷണം കല്ലറയുടെ സ്ലാബ് തകർന്നു. സ്ലാബിന് മുകളിൽ വീണിരുന്ന ചോരയും മഴവെള്ളവും കല്ലറയ്ക്കുള്ളിൽ പതിച്ചു. അടുത്ത മിന്നൽ ഉണ്ടായപ്പോൾ താൻ കിടന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്ന അലക്സ് ഹൃദയം പിളർക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒന്നുകൂടി കല്ലറയുടെ തകർന്ന സ്ലാബിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അലക്സിന്. കഴിച്ച മദ്യമെല്ലാം നിമിഷത്തിനുള്ളിൽ ആവിയായി പോയത് അവനറിഞ്ഞു. ഒന്നുറക്കെ നിലവിളിക്കണമെന്ന് തോന്നിയ അലക്സ് വായ് തുറന്നെങ്കിലും മരവിച്ചു പോയ നാവ് ചലിച്ചില്ല. വായിലേക്ക് മഴത്തുള്ളികൾ ഇറ്റുവീണു.
കണ്ണുകൾ ഇറുക്കി അടയ്ക്കാൻ ഭാവിച്ചിട്ടും സാധിച്ചില്ല. എല്ലാം കാണാനുള്ള ഒരു നിയോഗം അവനിൽ ഉള്ളതുപോലെ. കല്ലറയുടെ സ്ലാബ് തകർന്ന ഭാഗത്തുകൂടി പൈശാചികമായ ഒരു രൂപം മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് അവൻ കണ്ടത്. അപ്പോഴുണ്ടായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ആ കാഴ്ച ഹൃദയം പിളർക്കുന്നതായിരുന്നു. ചോര കൊണ്ട് ശരീരം മുഴുവൻ നിറഞ്ഞതുപോലെയുള്ള രൂപം. അതിന് നൂൽവസ്ത്രം പോലുമില്ലായിരുന്നു. അത് പുറത്തുവരുന്ന നിമിഷം പ്രകൃതിക്ക് വീണ്ടും വന്യമായൊരു ഭാവം കൈവന്നിരിക്കുന്നു. ലോകാവസാനം ആയതുപോലെയാണ് അലക്സിന് തോന്നിയത്. തനിക്ക് ചുറ്റും വട്ടമടിക്കുന്ന ചുഴലിക്കാറ്റിൽ തൂണുപോലെ ജലം മുകളിലേക്ക് ഉയരുന്ന അസാധാരണ കാഴ്ച അവൻ കണ്ടു. കല്ലറയിൽ നിന്നും പുറത്തു വന്ന രൂപം കത്തുന്ന കണ്ണുകളോടെ അലക്സിനെ നോക്കി. ഞൊടിയിടയിൽ ആ രൂപത്തിന് മാറ്റം സംഭവിക്കാൻ തുടങ്ങി. മുഖത്ത് മാംസപേശികൾ ഇറുകി അടർന്നതുപോലെയുള്ള ഭാഗങ്ങളിൽ മാംസം കിളിർത്തു. വായ്ക്ക് ഇരുവശത്തും നീണ്ട പല്ലുകൾ, കൈനഖങ്ങൾക്ക് നീളമേറി. അലക്സ് പക്ഷേ ഇതൊന്നും കണ്ടില്ല. കാരണം അപ്പോൾ കടുത്ത ഇരുട്ടായിരുന്നു. ഒരു മിന്നൽ കൂടിയുണ്ടായപ്പോൾ തൻ്റെ അരികിൽ ആ യുവതി നിൽക്കുന്നതാണ് അവൻ കണ്ടത്. താൻ ആരുടെ പിന്നാലെയാണ് ഇവിടേക്ക് വന്നത്? അവൾ. അവനെ നോക്കി അവൾ ചിരിച്ചു. പേടിച്ചുപോയി അല്ലേ? മണിക്കിലുങ്ങും പോലെയുള്ള ശബ്ദം. തൻ്റെ ഹൃദയത്തിനപ്പുറത്ത് ഒരു മഞ്ഞുകട്ട കൊണ്ട് തഴുകുന്നത് പോലെ അവന് തോന്നി. അവൾ കൈനീട്ടി. അവൻ ആ കയ്യിൽ പിടിച്ചു. അവളുടെ ശരീരത്തിന് മഞ്ഞിൻ്റെ തണുപ്പായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവൾ അവനെ എഴുന്നേൽപ്പിച്ചു. എനിക്ക് നിങ്ങളെ വേണം, അവൾ മന്ത്രിച്ചു. മറ്റുള്ളവർ കാണാതിരിക്കാനാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അലക്സ് എല്ലാം മറന്നു. സമയവും സ്ഥലവും, നേരത്തെ കണ്ട പൈശാചിക രംഗവുമെല്ലാം. അവൻ്റെ മനസ്സിൽ അവൾ നിറഞ്ഞു. ഇടയ്ക്കിടെയുണ്ടാകുന്ന മിന്നലിൽ അവൻ കൺകുളിർക്കെ അവളെ കണ്ടു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്ര മനോഹരിയായ ഒരുവളെ കണ്ടിട്ടില്ലെന്ന് അവന് തോന്നി. അലക്സ്, അവൾ വിളിച്ചു. അവൻ മൂളി. നിങ്ങൾക്കെന്നെ ഇഷ്ടമായോ? അവന് മുന്നിൽ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴാൻ തുടങ്ങി. അലക്സ് തൻ്റെ ശിരസിലെ വേദന മറന്നു. കണ്ണുകൾ അവളുടെ അസാധാരണ അവയവ ഭംഗിയിൽ ഇഴഞ്ഞു. രക്തത്തിന് ചൂട് പിടിച്ചു. മുന്നിൽ പരിപൂർണ നഗ്നയായ പെണ്ണ്. അവൻ അവളുടെ നേർക്ക് കൈനീട്ടി. പക്ഷേ അതിനും ഒരു സെക്കൻഡ് മുമ്പ് അവൾ അവനെ ഗാഢം പുണർന്നു കഴിഞ്ഞിരുന്നു. അവളിൽ നിന്നും വല്ലാത്തൊരു ഗന്ധം അവനിലേക്ക് ലയിച്ചു. ഈ സമയം കാറിനുള്ളിൽ അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു അലക്സിൻ്റെ കൂട്ടുകാർ. അവനിത് എവിടെ പോയിരിക്കുക? ഒന്ന് തിരക്കി പോകാമെന്ന് വെച്ചാൽ ടോർച്ച് പോലുമില്ല, രഘുവരൻ സ്വയം ശപിച്ചു. കാറിൻ്റെ ലൈറ്റും കത്തുന്നില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു, ലത്തീഫ് പറഞ്ഞു. ഒന്നാമത് രാത്രി, രണ്ടാമത് ശ്മശാനം. അതിന് ആരും മറുപടി പറഞ്ഞില്ല. ഇതിനിടെ ഒരു തവണ അലക്സിൻ്റെ നിലവിളി കേട്ടതുപോലെ അവർ സംശയിച്ചു. പക്ഷേ ചുറ്റിയടിക്കുന്ന കാറ്റിൽ ഒന്നും വ്യക്തമായിരുന്നില്ല. എങ്കിലും ഏത് നിമിഷവും അലക്സ് തിരിച്ചെത്തുമെന്ന ധാരണയിലായിരുന്നു അവർ. ശ്മശാനത്തിനുള്ളിൽ ഒരു പാമ്പിനെ പോലെ അലക്സിനെ ചുറ്റി വരികയായിരുന്നു അവൾ. 1000 കൈകളുണ്ട് അവൾക്കെന്ന് അവന് തോന്നി. ഇത്രയും ആവേശമുള്ള ഒരു പെണ്ണിനെ അവൻ ആദ്യം അറിയുകയായിരുന്നു. ആദ്യമൊക്കെ വല്ലാത്തൊരു അനുഭൂതി തോന്നിയെങ്കിലും അവസാനം അലക്സ് വേദന കൊണ്ട് പൊളഞ്ഞു. തൻ്റെ മുകളിൽ നിന്നും അവളെ തള്ളിമാറ്റുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. കൂടുതൽ ശക്തിയിൽ ആക്രമിക്കുകയായിരുന്നു അവൾ. ആ കണ്ണുകളിൽ എരിയുന്ന അഗ്നി അവൻ കണ്ടറിഞ്ഞു. മതി മതി, അവൻ നിലവിളിച്ചു. അവളത് കേട്ടതായി പോലും ഭാവിച്ചില്ല. നിന്നെ എനിക്ക് വേണം. ഇടയ്ക്കിടെ അവൾ അങ്ങനെ പിറുപിറുത്തുകൊണ്ടിരുന്നു. അലക്സിന് ശ്വാസം പോലും കിട്ടാതെയായി. ക്രമേണ അവൻ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അപ്പോൾ മന്ത്രണം പോലെ അവൾ ഇത്രയും കൂടി പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. എന്നിൽ നിന്നിനി നിനക്ക് മോചനമില്ല. പിടിച്ചു നിർത്തിയതുപോലെ മഴ നിലച്ചു. കാറ്റ് നിലച്ചു. അതുവരെ പ്രകൃതിയിൽ നടമാടിക്കൊണ്ടിരുന്ന ഭീകരത പൊടുന്നനെ ഇല്ലാതായി. ഒരു അത്ഭുതമെന്ന വണ്ണം കാറിൻ്റെ ലൈറ്റുകൾ തെളിഞ്ഞു. രഘുവരനും ലത്തീഫും നെൽസറും മുഖാമുഖം നോക്കി. ഒരു കാര്യം ചെയ്യ്, കാർ കുറേ കൂടി മുന്നോട്ടെടുക്ക്, ലത്തീഫ് പറഞ്ഞു. അവിടെ വരെ അവൻ പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. രഘുവരൻ കാർ മുന്നോട്ടെടുത്തു. ശവക്കോട്ടയുടെ ഗേറ്റിന് മുന്നിൽ നിർത്തി. തുറന്നു കിടക്കുന്ന ഗേറ്റ് അവർ കണ്ടു. അവനും അവളും കൂടി ഇതിലെയാണോ ഓടിയത്? രഘുവരൻ സംശയിച്ചു. മൂവരും കാറിൽ നിന്നിറങ്ങി. അലക്സ്, നെൽസൺ ഉറക്കെ വിളിച്ചു. രാത്രി ആ ശബ്ദം ഏറ്റുവിളിച്ചു. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അകലെ എവിടെയോ ഒരു നായയുടെ ദയനീയമായ മോങ്ങൽ കേട്ടു. കാര്യം എങ്ങനെയാണെങ്കിലും ശ്മശാനത്തിനുള്ളിൽ കയറി തിരയുന്നതിനോട് അവർക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. തൊട്ടരികിൽ ഒരു ശബ്ദം കേട്ട് അവർ ഞെട്ടിത്തിരിഞ്ഞു. ഒരു പന്നിയേലി അവരെ കണ്ട് ചീറ്റിക്കൊണ്ട് ഓടിയകന്നു. അലക്സിനെ കാണാതെ മടക്കയാത്ര പറ്റില്ല. നേരം പുലർന്നിട്ടായാലും അവനെ കണ്ടെത്തിയേ പറ്റൂ. രാത്രിയിൽ വെളിച്ചമില്ലാതെ എവിടെ പോയി തിരയും? അവർ വീണ്ടും കാറിൽ കയറിയിരുന്നു. അവൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവർ സിഗരറ്റിന് തീ കൊളുത്തി. നേരം പുലർന്നു. ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടാണ് രഘുവരനും ലത്തീഫും നെൽസണും ഉണർന്നത്. എതിരെ തടി കയറ്റിയ ഒരു ലോറി വരികയായിരുന്നു. നേരം നന്നേ പുലർന്നിരിക്കുന്നതെന്ന് അപ്പോഴാണ് അവർ അറിഞ്ഞത്. അറിയാതെ കാറിനുള്ളിൽ നിന്ന് ഉറങ്ങിപ്പോയിരുന്നു അവർ. അലക്സ് മടങ്ങിയെത്തിയിട്ടില്ലെന്നുള്ള ഓർമ്മ അവരെ നടുക്കി. ലോറി അടുത്തെത്തി. രഘുവരൻ കാർ സ്റ്റാർട്ട് ചെയ്ത് സൈഡ് ഒതുക്കി. ലോറി കടന്നുപോയ ഉടനെ മൂവരും പുറത്തിറങ്ങി. ഇവനിത് എവിടെ പോയി? അല്ലെങ്കിലും പെണ്ണുങ്ങളെ കണ്ടാൽ അവൻ മറ്റെല്ലാം മറക്കും. അവളുമായിട്ട് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവർ ചുറ്റുപാടും ശ്രദ്ധിക്കാൻ തുടങ്ങി. കാൽനടക്കാർ ചിലർ അതുവഴി വന്നു. അവർ രഘുവരനെയും മറ്റും തുറച്ചു നോക്കി. നെൽസൺ പതിയെ സെമിത്തേരിയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് അവൻ്റെ ശബ്ദം കേട്ടാണ് രഘുവരനും ലത്തീഫും ഓടിച്ചെന്നത്. അവിടെ ശവക്കല്ലറുകൾക്കിടയിൽ അലക്സ്. അവർ വല്ലാതൊന്ന് ഞെട്ടി.
അലക്സ് പതിയെ കണ്ണുകൾ തുറന്നു. മുകളിൽ വേഗത കുറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലാണ് കണ്ണുകൾ ഉടക്കിയത്. അലക്സ്, ആരോ വിളിക്കുന്നത് കേട്ട് അവൻ തല തിരിച്ചു. രഘുവരനും നെൽസണും ലത്തീഫും അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അലക്സിനൊന്നും മനസ്സിലായില്ല. താൻ എവിടെയാണ്? അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവർ കാര്യം ഗ്രഹിച്ചു. നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്? അലക്സിന് അമ്പരപ്പ്. എന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? കൂട്ടുകാർ മുഖാമുഖം നോക്കി. ലത്തീഫ് പതിയെ ചിരിച്ചു. ഒറ്റയ്ക്ക് തിന്നപ്പം ഓർക്കണമായിരുന്നു, അതാ ഇങ്ങനെയൊക്കെ പറ്റിയത്. അലക്സ് അവനെ തുറച്ചു നോക്കി. അത് ശ്രദ്ധിക്കാതെ ലത്തീഫ് തുടർന്നു. ഞങ്ങൾ വന്നപ്പം പിറന്ന പടി സെമിത്തേരിക്കുള്ളിൽ കിടക്കുകയാ നീ. അവൾ കണ്ടമാന അധ്വാനിച്ച ലക്ഷണമുണ്ടല്ലോ, അതല്ലേ നീ ബോധം കെട്ടുപോയത്? അലക്സിന് ഇതൊക്കെ കേട്ടപ്പോൾ കലിയാണ് വന്നത്. നീ മനുഷ്യനെ കളിയാക്കാതെ കാര്യം പറയടാ. ചേടാ, ഇനി മറ്റെങ്ങനെ പറയണമെന്നാ? കൂട്ടുകാർ മൂവരും കൂടി രാവിലെ അവനെ കണ്ടെത്തിയത് മുതൽ ഉണ്ടായ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കർത്തവ്യ മൂഢനായി കിടക്കാനേ അലക്സിന് കഴിഞ്ഞുള്ളൂ. അവർ പറയുന്നതൊന്നും അയാളുടെ മനസ്സിൽ ഒരു ഓർമ്മയായി പോലും അവശേഷിച്ചിട്ടില്ല. താൻ ആ പെണ്ണിൻ്റെ പിന്നാലെ ഓടിയത് മാത്രം ഓർമ്മയുണ്ട്. അതിനുശേഷം എന്തു സംഭവിച്ചു? മനസ്സിൽ പിന്നീട് ശൂന്യതയാണ്, ശരീരത്തിന് ഇടിച്ചു നുറുങ്ങുന്ന വേദനയും. അപ്പോൾ പിന്നെ ഇവർ പറയുന്നത് പോലെ അലക്സ് കിടക്കയിൽ എണീറ്റിരിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കൂട്ടുകാർ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ ചാരിയിരുത്തി. വീട്ടിൽ വിവരം അറിഞ്ഞോ? ഇല്ല, ഞങ്ങൾ നേരെ പോരുകയായിരുന്നു ഇവിടേക്ക്. എങ്കിലിനി പുറത്തു പറയണ്ട. ചോദ്യവും പറച്ചിലുമൊക്കെ ഒരുപാട് ഉണ്ടായെന്ന് വരും. ഡോക്ടർ കടന്നു വന്നു. അലക്സ് തലയുയർത്തി. ഡോക്ടർ അവനെ നോക്കി വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. വീട്ടിൽ വിവരം അറിയിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും അലക്സിനെ കാണാതെ വന്നപ്പോൾ തോമസ് ജോൺ അവൻ്റെ കൂട്ടുകാരുടെയെല്ലാം വീടുകളിലേക്ക് ടെലിഫോൺ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് രഘുവരനും ലത്തീഫും നെൽസണും ഒന്നും അവിടെയില്ലെന്ന്. 4 പേരും കൂടി എവിടേക്കോ പോയിരിക്കുകയാണെന്ന് തോമസ് ജോണിന് മനസ്സിലായി. എന്നാൽ അകലെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അവൻ ഫോൺ ചെയ്ത് വിവരമറിയിക്കാറുള്ളതാണല്ലോ എന്ന് അയാൾ ഓർത്തു. രഘുവരൻ്റെയും നെൽസൻ്റെയും ലത്തീഫിൻ്റെയും ഒക്കെ പിതാക്കന്മാരും അവരെ കാണാതെ വിഷമിക്കുകയായിരുന്നു. അപ്പോഴാണ് പട്ടണത്തിലെ ഹോസ്പിറ്റലിൽ നിന്നും ലത്തീഫ് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചത്. തങ്ങൾ ഹോസ്പിറ്റലിലാണെന്നും അലക്സിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അവിടെ തങ്ങുന്നെന്നും അറിയിച്ചിട്ട് ഫോൺ വെച്ചു. തൻ്റെ വീട്ടിൽ ആരും പരിഭ്രമിക്കാതിരിക്കാനാണ് അവനങ്ങനെ പറഞ്ഞതെങ്കിലും വിവരം ഉടൻ തന്നെ അബ്ദുൽ ഗഫൂർ അലക്സിൻ്റെ പിതാവിനെ വിളിച്ചറിയിച്ചു. സംഗതി എന്താണെന്ന് വ്യക്തമാകാത്തതിനാൽ തോമസ് ജോൺ പരിഭ്രമിച്ചു. അയാൾ ഭാര്യയോട് പോലും വിവരം പറയാതെ പട്ടണത്തിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റൽ. സുഹൃത്തുക്കൾ 3 പേരും അലക്സിൻ്റെ കിടക്കയ്ക്കരികിൽ ഉണ്ടായിരുന്നു. അവർ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും നേരത്തെ കിട്ടിയതിൽ നിന്നും വിഭിന്നമായ ഒരു ഉത്തരം അലക്സിൽ നിന്നും കിട്ടിയില്ല. തൻ്റെ ഓർമ്മയിൽ എവിടെയോ മരവിപ്പ് ബാധിച്ച് ഇരിക്കുകയാണെന്ന് അലക്സിന് തോന്നാതിരുന്നില്ല. ഒരു മൂടൽമഞ്ഞിന് അപ്പുറത്ത് എന്തോ നടക്കുന്നത് പോലെയുള്ള പ്രതീതിയായിരുന്നു അവനിൽ. എന്തൊക്കെയോ മുക്കാലും മാഞ്ഞുപോയ രീതിയിൽ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. പക്ഷേ അതെന്ത്? തൊട്ടുപിന്നിൽ പാദപതന ശബ്ദം കേട്ട് അലക്സും കൂട്ടുകാരും തിരിഞ്ഞു. അവർ അറിയാതെ ഒന്ന് ഞെട്ടി. വാതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, CI മാർട്ടിൻ ഡിസൂസ. അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഡിസൂസ അകത്തേക്ക് വന്നു. അലക്സ് ഒഴികെയുള്ളവർ എണീറ്റു. ഡിസൂസ അലക്സിനെ അടിമൊഴി ഒഴിഞ്ഞു. അവൻ്റെ ശിരസിലെ മുറിവിൽ ബാൻഡേജ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചു. ഇതെന്ത് പറ്റിയതാണ്? കനത്ത ശബ്ദത്തിൽ ഡിസൂസ തിരക്കി. പെട്ടെന്നൊരുത്തരം നൽകാൻ അവന് കഴിഞ്ഞില്ല. എന്തു പറയും? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഡിസൂസയുടെ ശബ്ദം വീണ്ടും മുഴങ്ങി. അപ്പോഴേക്കും വാതിൽക്കൽ പോലീസുകാരും എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ വാക്കുകൾക്കായി അലക്സ് പരതി. സാർ, ഇവനൊന്ന് വീണതാണ്, രഘുവരൻ പെട്ടെന്ന് പറഞ്ഞു. മാർട്ടിൻ ഡിസൂസ വെട്ടിത്തിരിഞ്ഞു. രഘുവരൻ്റെ നേരെ കത്തുന്ന ഒരു നോട്ടം അയച്ചു. നിന്നോടല്ല ഞാൻ ചോദിച്ചത്. ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. രഘുവരൻ്റെ നാവടഞ്ഞു. CIയുടെ നോട്ടം വീണ്ടും അലക്സിൽ തറഞ്ഞു. ടെൽമീ. ഞാൻ വീണതാണ്. എവിടെ? റോഡിൽ. ഏത് റോഡിൽ? അലക്സിന് വല്ലാത്ത കോപം വന്നു. ഇയാളെന്തിനാ കുറ്റവാളിയോടെന്ന പോലെ തന്നോട് ചോദിക്കുന്നത്? എങ്കിലും സ്വരത്തിൽ കഴിയുന്നത്ര സൗമ്യത കലർത്തി അവൻ പറഞ്ഞു. വെണ്ണിലാമറ്റത്ത് പോകുന്ന റോഡിൽ. CIയുടെ കണ്ണുകൾ തിളങ്ങി. പള്ളിയുടെ അരികിൽ വെച്ച് അല്ലേ? അതെ. ചുളിഞ്ഞ നെറ്റിയോടെയാണ് അലക്സ് അത് പറഞ്ഞത്. റാസ്കൽ, വെള്ളം അടിച്ചിട്ട് കയറി കല്ലറ തല്ലി പൊളിക്കുക അല്ലേടാ? CI മുന്നോട്ടാഞ്ഞു. അലക്സ് ഭയന്നു പോയി. സാർ, രഘുവരൻ വീണ്ടും വിളിച്ചു. ഇവൻ ഒരു കല്ലറയും പൊളിച്ചിട്ടില്ല. മാർട്ടിൻ ഡിസൂസ തിരിഞ്ഞതും ഒറ്റയടി. അനാവശ്യമായി നാവ് ചലിപ്പിക്കരുതെന്ന് അല്പം മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ? രഘുവരൻ്റെ കണ്ണിലൂടെ പൊന്നിച്ച പറന്നു. തിരിച്ചടിക്കാൻ അവൻ്റെ കൈ തരിച്ചതുമാണ്. ഒരു പീറ CI തന്നെ തല്ലിയിരിക്കുന്നു. അവൻ അണപ്പല്ലുകൾ കടിച്ചമർത്തി. ഡിസൂസ അലക്സിനെ നോക്കി അലറി. തന്തമാർ കണ്ടമാനം സമ്പാദിച്ചിട്ടുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും കാട്ടാമെന്നാണല്ലേ? ഇടിച്ച് ചങ്കു കലക്കിക്കളയും ഞാൻ. സാർ, അലക്സ് അപ്പോഴും സൗമ്യത കൈവിട്ടില്ല. താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാനൊരു കല്ലറയും തകർത്തിട്ടില്ല. ഷട്ടപ്പ് റാസ്കൽ. നിന്നെ ഈ നിൽക്കുന്ന 3 പേരും കൂടി രാവിലെ സെമിത്തേരിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നത് കണ്ടവരുണ്ട്. കല്ലറ പൊളിക്കും വഴി മറിഞ്ഞു വീണ് നിന്റെ തലയും പൊട്ടി. അല്ലേ? നോ സാർ, അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണ്? എനിക്കറിയാവുന്നത് പറയാം സാർ. തലേന്ന് രാത്രിയിലുണ്ടായ സംഭവം മുഴുവൻ അവൻ CIയോട് പറഞ്ഞു. അയാൾ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, നീ ഒരു പെണ്ണിൻ്റെ പിറകെ പോയതാണല്ലേ? അവസാനം അവളെ കണ്ടുമില്ല. സംഗതി പ്രേതത്തിൻ്റെ പരിവേഷത്തോടെയാണല്ലോ അവതരണം. മാർട്ടിൻ ഡിസൂസ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അലക്സ് വേദനയോടെ പിടഞ്ഞു.
ഏത് കൊലക്കൊമ്പനും ഈ ഡിസൂസയുടെ മുന്നിൽ മണി പോലെ സത്യം പറയും. നിനക്കറിയാമോടാ? പൊടുന്നനെ ഡോക്ടർ കടന്നു വന്നു. ഇൻസ്പെക്ടർ, ദിസ് ഈസ് മൈ ഹോസ്പിറ്റൽ, ദിസ് ഈസ് മൈ പേഷ്യൻറ്റ്. ഇവിടുത്തെ തീരുമാനങ്ങൾ എൻ്റേതാണ്. അലക്സിനെ വിട്ടിട്ട് മാർട്ടിൻ ഡിസൂസ തിരിഞ്ഞു. എന്താ പറഞ്ഞത്? കേട്ടില്ല. എൻ്റെ പേഷ്യൻസിനോട് നിങ്ങൾ മാന്യമായി പെരുമാറാവൂ എന്ന്. ഡിസൂസയുടെ കണ്ണുകൾ കുറുകി. ഡോക്ടർ, എന്നെ പഠിപ്പിക്കരുത്. നിങ്ങളിവിടെ അനാവശ്യമായ അർത്ഥങ്ങളൊന്നും കണ്ടെത്തേണ്ട. അലക്സ് ഏത് വലിയ കുറ്റവാളിയാണെങ്കിലും ഇവിടെ വെച്ച് നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഡോക്ടറുടെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. ഈ തൊപ്പി പിന്നെ നിങ്ങൾക്കൊരു സ്വപ്നം മാത്രമായിരിക്കും. കാണണോ? മാർട്ടിൻ ഡിസൂസയുടെ മുഖം ഒന്ന് വിളറി. എങ്കിലും പരുങ്ങൽ പുറത്തു കാണിക്കാതെ തിരക്കി. ഭീഷണിയാണോ? നിങ്ങൾ എങ്ങനെ കരുതിയാലും എനിക്കൊന്നുമില്ല. ഡോക്ടർ ശത്രുഘ്നെക്കുറിച്ച് ഡിസൂസയ്ക്ക് നല്ലവണ്ണം അറിയാം. ഭരണകക്ഷിയിലും തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല സ്വാധീനമുള്ളവൻ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എനിക്ക് അലക്സിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഇയാൾ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണ്. അതാവാം, പക്ഷേ ഇപ്പോൾ ഇയാളുടെ ആരോഗ്യനില മോശമാണ്. 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ ഡിസ്ചാർജ് ചെയ്യും. അതിനിടയിൽ ഇയാൾ രക്ഷപ്പെട്ടാൽ അതിനെ എനിക്ക് ഉത്തരവാദിത്വം ഏൽക്കാനാവില്ല. എങ്കിൽ ഈ മുറിക്ക് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തും. അത് നിങ്ങളുടെ ഇഷ്ടം. അലക്സിനെ ഒന്നുകൂടി തുറച്ചു നോക്കിയിട്ട് മാർട്ടിൻ ഡിസൂസ പുറത്തേക്കിറങ്ങി. ഈ സമയത്താണ് തോമസ് ജോൺ അവിടേക്ക് വന്നത്. പോലീസും മറ്റും തൻ്റെ മകനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ അമ്പരന്നു. തോമസ് ജോൺ അകത്തേക്ക് വന്നപ്പോൾ അലക്സിൻ്റെയും സുഹൃത്തുക്കളുടെയും മുഖം വിളറി. CI തിരിച്ചു വന്നു. നിങ്ങൾ മൂവരും ഇന്ന് സ്റ്റേഷനിൽ വരണം. വരാം സാർ, രഘുവരൻ പറഞ്ഞു. CI തിരിച്ചുപോയി. വാതിൽക്കൽ 2 പോലീസുകാർ കാവൽ നിന്നു. എന്താണ് ഇതൊക്കെ? തോമസ് ജോൺ മകനെ തുറച്ചു നോക്കി. ഡാഡി, അലക്സ് വിതുമ്പി. അങ്കിൾ. രഘുവരൻ തോമസ് ജോണിൻ്റെ അടുത്തേക്ക് നീങ്ങി. അങ്കിളെങ്കിലും വിശ്വസിക്കണം, ഞങ്ങളെല്ലാം പറയാം. ഡോക്ടർ ശത്രുഘ്നൻ തോമസ് ജോണിനെ പരിചയപ്പെട്ട ശേഷം മുറിവിട്ടു. രഘുവരൻ തലേന്ന് രാത്രിയിലത്തെ സംഭവം തോമസ് ജോണിനെ പറഞ്ഞു കേൾപ്പിച്ചു. വെളുപ്പിന് തങ്ങൾ അലക്സിനെ കാണുമ്പോൾ ആരോ മർദ്ദിച്ചതുപോലെ അവൻ കിടക്കുകയായിരുന്നെന്നും അറിയിച്ചു. പക്ഷേ പോലീസ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ ഏതോ കല്ലറ അലക്സ് തകർത്തു എന്നാണ് അവർ പറയുന്നത്. തോമസ് ജോൺ തലകുലുക്കി മകനെ സാന്ത്വനിപ്പിച്ചു. ആരും ഒന്നും പേടിക്കണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം. അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തലസ്ഥാനത്തേക്ക് വിളിച്ചു. ആഭ്യന്തരമന്ത്രിയെ ലൈനിൽ കിട്ടി വേണ്ട കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. 1 മണിക്കൂറിനുള്ളിൽ വാതിൽക്കൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾസിനെ മാർട്ടിൻ ഡിസൂസ തിരിച്ചു വിളിച്ചു. സമയം 3 മണി. തോമസ് ജോൺ മകൻ്റെ കിടക്കക്കരികിൽ തന്നെ ആയിരുന്നു. പുറത്തേക്കിറങ്ങിയിട്ട് രഘുവരനും മറ്റും തിരിച്ചെത്തി. അങ്കിൾ, ഇവിടെ എങ്ങനെ കുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്കിൾ മടങ്ങിപ്പോയിക്കോളൂ. ഫോണിലൂടെ വിവരം പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും മറച്ചുവെച്ചാൽ സംസാരിക്കുന്നതെന്നോർത്ത് അവിടെയുള്ളവർ വിഷമിക്കും. അത് ശരിയാണെന്ന് തോമസ് ജോണിന് തോന്നി. എന്നാലും രഘുവരനും മറ്റും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അയാൾ വഴങ്ങി. അടുത്ത ദിവസം രാവിലെ എത്താമെന്ന് പറഞ്ഞിട്ട് അയാൾ വെണ്ണില മറ്റത്തിന് മടങ്ങി. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അയാൾ തലേന്ന് രാത്രിയിൽ അലക്സും മറ്റും കാറിൽ എത്തിച്ചേർന്ന പള്ളിക്കടുത്തെത്തി. അവൻ തകർത്തുവെന്ന് പോലീസ് പറഞ്ഞ കല്ലറ ഒന്ന് കാണാമെന്ന് കരുതി. വേണമെങ്കിൽ എത്ര മനോഹരമായ രീതിയിലും ആ കല്ലറ പുതുക്കി പണിയിക്കുവാൻ തോമസ് ജോൺ ഒരുക്കമായിരുന്നു. പള്ളിമുറ്റത്ത് കാർ നിന്നു. അയാൾ ഇറങ്ങി. അച്ഛനും കപ്പ്യാരും കൂടി എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അയാൾ ചെന്നത്. അച്ഛൻ ചോദ്യഭാവത്തിൽ നോക്കി. തോമസ് ജോൺ സ്വയം പരിചയപ്പെടുത്തിയിട്ട് കാര്യത്തിലേക്ക് കടന്നു. കണ്ണുടെ നേരെ വെച്ചിട്ട് വൃദ്ധനായ പുരോഹിതൻ പറഞ്ഞു, രാവിലെ കപ്പ്യാരാണ് കല്ലറ തകർന്നു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ മറ്റു ചിലർ വന്ന് പറഞ്ഞു, ഒരു കാർ സെമിത്തേരിക്ക് മുന്നിൽ കിടക്കുന്നത് കണ്ടെന്നും 3 പേർ ചേർന്ന് ഒരു മനുഷ്യനെ സെമിത്തേരിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിൽ കയറ്റിയെന്നും മറ്റും. ഞാൻ വിവരം കാണിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. കാറിൻ്റെ നമ്പറും പറഞ്ഞു. ബാക്കിയൊക്കെ പോലീസിൻ്റെ നിഗമനങ്ങളാവും. താൻ ആ കല്ലറ നിർമ്മിക്കാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി എത്ര രൂപയും മുടക്കാൻ ഒരുക്കമാണെന്നും തോമസ് ജോൺ അറിയിച്ചു. അച്ഛന് സന്തോഷമായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഒരാൾ എങ്ങനെ അത് തകർത്തുവെന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല. ഈ കല്ലറയൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു അച്ഛോ. അതിനെന്താ, വരൂ. അച്ഛനും കപ്പ്യാരും തോമസ് ജോണും കൂടി സെമിത്തേരിയിലെത്തി. തകർന്നു കിടക്കുന്ന കല്ലറ കണ്ടു. തല്ലി തകർത്തതുപോലെ തന്നെ. കല്ലറയ്ക്ക് മുന്നിലെ കുരിശിനും പേരുകൊത്തിയിരുന്ന ഭാഗത്തിനും മാത്രം കേട് സംഭവിച്ചിരുന്നില്ല. തോമസ് ജോണിൻ്റെ കണ്ണുകൾ പായൽ പിടിച്ച അക്ഷരങ്ങളിൽ തറഞ്ഞു. വളരെ ശ്രദ്ധിച്ചപ്പോൾ അത് വായിക്കാൻ കഴിഞ്ഞു. ആലീസ് യോഹന്നാൻ. ജനനം, മരണം. തോമസ് ജോണിൻ്റെ അകത്താരിൽ ഒരു വെള്ളിടി വെട്ടി. ആലീസ് യോഹന്നാൻ. തൻ്റെ പാദം മുതൽ ഒരു തീയുണ്ട മുകളിലേക്ക് അരിച്ചു കയറുന്നത് അയാൾ അറിഞ്ഞു. കഥ തുടരും.